സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള പ്രത്യേക ഖുസൂസിയാത്തിൽ ചിലതാണ് ഇവിടെ എണ്ണി വരുന്നത്. ചിലതെന്ന് പറയുന്നതുകൊണ്ട് ആയിരക്കണക്കിന് ഉണ്ട്. ഖസായിസിലൊക്കെ ആയിട്ട് ചെല്ലാനുണ്ട്. അതിൽപ്പെട്ടാണ് ഏത് എല്ലാ മനുഷ്യർക്കും ഒരു കലീനായ ജിന്ന്, ഒരു ശൈത്താനുണ്ട്. കലീൻ എന്ന് പറഞ്ഞാൽ അവനെ പിരിയൂല, അവൻ്റെ ജീവിതകാലം മുഴുവനുമുണ്ട്. അതിനുശേഷം എന്താന്ന് ഇവനെ മരിച്ച് മറമാടി കഴിഞ്ഞാൽ ആ കബറിൻ്റെ പരിസരത്ത് ഇങ്ങനെ നടന്നു കളിക്കുന്നല്ല പണ്ട് ജൗഹറത്ത് തൗഹീദിൽ ഉപയോഗം. മലായിക്കത്തിൻ്റെ പണിക്ക് പോകും. ആ കരീനുൽ ജിന്നി അതിൻ്റെ ശരീരനെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാത്തിട്ടുണ്ടെന്നാണ്. അതായത് ജിന്ന് വർഗത്തിൽപ്പെട്ട കരീൻ. മനുഷ്യന്മാരുടെ കൂട്ടത്തിലുള്ള കരീനുണ്ടാവും. മനുഷ്യന്മാരാ ചങ്ങായിമാർ, ഖൈറിലേക്ക് നയിക്കുന്ന ചങ്ങായിമാരുണ്ട്, ഷറിലേക്ക് നയിക്കുന്ന ചങ്ങായിമാരുണ്ട്. അത് ഹിഫ്ളുല്ലാഹി തആല റസൂലഹു സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല കാത്തത് എങ്ങനെ? മിൻ ശർറിൽ ഖരീൻ, ഖരീനിൻ്റെ ശർറിനെ തൊട്ട്. എങ്ങനത്തെ ഖരീൻ? അൽ ജിന്നിയ്യി, ജിന്ന് വർഗത്തിൽപ്പെട്ട. അപ്പോൾ ജിന്ന് ശൈത്താനൊന്നും തന്നെയാ. ഇമാമു മുസ്ലിം ഇപ്പോൾ അതിന് പുറത്ത് മനസ്സിലാക്കിയിട്ടില്ല. ഇനി ആവില്ല, എങ്ങനെ ആവില്ല എന്ന് വിചാരിച്ചു. അത്രത്തോളം അതിൻ്റെ കറ തീർത്ത് കഴിച്ചു. അത് അവൻ്റെ കവറിൻ്റെ ഉണ്ടാവും, ഇങ്ങനെ കഴിച്ചു വിട്ടുന്നു. അത് കിടക്കുന്ന മരണപ്പെടലുണ്ടോ ഇല്ല, അതിനെപ്പറ്റി നെസ്റ്റുകളൊന്നും കിട്ടിയിട്ടില്ല. ജൗഹറത്തിൽ പറഞ്ഞെന്തെന്നാ, ഈ മനുഷ്യനെ മരമാടി കഴിഞ്ഞാൽ ആ കരീനെ ഒറ്റപ്പെട്ടപ്പോൾ അവൻ്റെ കവറിൻ്റെ പരിസരത്ത് ഇങ്ങനെ അലിഞ്ഞു നടക്കുന്നുണ്ട്. ഏത് ശല്യപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ അത് ഒരു ലാസ്യമായ കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പം അടുത്ത് നിൽക്കുന്ന ആ പശു നമ്മളെ കുത്തുമെന്ന് ചോദിച്ചാൽ ഞാൻ എന്തായാലും ഉത്തരം വരേണ്ടത്. ചിലപ്പം കുത്തിയെന്നും വരാം, കുത്തിയില്ലാതും വരാം. روى الإمام مسلم وأحمد عن ابن مسعود رضي الله عنه أن النبي صلى الله عليه وسلم قال ما منكم من أحد إلا وقد وكل به قرينه من الجن وقرينه من الملائكة. മുമ്പ് ഓതിയിട്ടുണ്ട്. നിങ്ങളിൽപ്പെട്ട ഒരാളും ഒഴിവില്ല, ജിന്നിൽപ്പെട്ട ഒരു കരീനെ അവൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അതുപോലെ മലായിക്കത്തിൽപ്പെട്ട ഒരു കരീനെയും അവന് ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മലായിക്കത്തിന് സാധാരണ മലായിക്കത്തിൽ തന്നെ. ആരോ അവർ ചോദിച്ച്, വയ്യാക്ക തങ്ങൾക്കും അങ്ങനെ തന്നെയാണോ യാ റസൂലുള്ളാഹി അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം? അത് എവിടത്തേക്കാ ഇഷ്കാല്? കരീനഹു മിനൽ ജിന്നിൻ്റെ അവിടെ ഇഷ്കാലം ഉണ്ടാവുള്ളൂ, മലായിക്കത്ത് ആ ചോദ്യം വരൂലല്ലോ. കാല തങ്ങൾ പറഞ്ഞു, വയ്യായ എനിക്കുണ്ട്. കാരണം ബശരിയായ എല്ലാ വിഷയങ്ങളിലൊന്നുണ്ടാകും. തങ്ങളുടെ നബുവ്വത്തിന് റിസാലത്തിന് കോട്ടം വരാത്ത കാര്യങ്ങൾ ബശരിയായിട്ടുണ്ടാകും. തിന്നല് കുടിക്കല് പോലത്തെ ഇനമേ അതുള്ളൂ. തിന്നലുണ്ട്, കുടിക്കലുണ്ട്, മലമൂത്ര വിസർജനം ഉണ്ടാകും, ഉറങ്ങും, ചിരിക്കും, കരയും. അതൊന്നും നല്ല നബുവ്വത്തിന് റിസാലത്തിന് എതിരായ വിഷയമല്ല. പക്ഷേ ഇവിടെ അത് വ്യത്യാസം എന്താണെന്നറിയോ? ഇല്ലാ അന്നല്ലാഹ തആല അആനനി അലൈഹി, ആ കരീനുൽ ജിന്നായ ആ സാധനമുണ്ടല്ലോ, അതിനെതിരായിട്ട് അള്ളാഹു എന്നെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഫഅസ്ലമ, അതെങ്ങനെ വായിക്കണം എന്നുള്ളത് അടുത്ത് പറയും. ഫഅസ്ലമ എന്ന് പറഞ്ഞാൽ അതെനിക്ക് കീഴ്പ്പെട്ടു. അപ്പം ഫലാ യഅ്മുറുനി ഇല്ലാ ബിഖൈർ, ഖൈർ കൊണ്ടല്ലാതെ എന്നോട് കൽപ്പിക്കുകയും ചെയ്യൂല. അതിന് ശ്രദ്ധ. വഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅസ്ലമ എന്ന് വായിച്ചില്ലേ? അപ്പോൾ അവിടെ ഇങ്ങനെ വായിക്കണം, റുവിയ ബിളമ്മിൽ മീമി ഫഅസ്ലമു. അപ്പോൾ മുളാരിയായ ഫീലായി, ഞാൻ രക്ഷപ്പെടും. വൽ മഅന ഫഅസ്ലമു അന മിൻ ഫിത്നതിഹി വകൈദിഹി, അവൻ്റെ ഫിത്നയെ തൊട്ടും അവൻ്റെ ചതിയെ തൊട്ടെല്ലാം ഞാൻ രക്ഷപ്പെടും, ഒന്നും എന്നെ കൊടുക്കാൻ കഴിയില്ല. അസ്ലമു മുളാരിയായ ഫീലായി. وقال الإمام الحافظ الزرقاني رضي الله عنه പറയുന്നു, وصحح ഖത്താബി സഹിയാക്കിയത് റിവായത്തുർ റഫ്ഇ, റഫ്ഇന്റെ റിവായത്താണ്
ഇത് മുളാരിയായിട്ട് ഫഅസ്ലമു ورجح عياض يلا رياض നമ്മൾ قاضي عياض والنووي رضي الله عنه الفتح അങ്ങനെ أسلم എന്ന് لقوله صلى الله عليه وسلم فلا يأمرني إلا بخير. അപ്പോ മറ്റേതൊക്കെ ഞാൻ രക്ഷപ്പെടലാണ്, ഓരെന്ത് കൽപ്പിച്ചാലും മനസ്സിലായിട്ടില്ല, അവിടെ വ്യത്യാസം മനസ്സിലായിട്ടില്ല. ആനനി അലേഹക്കിപ്പോ അസ്ലമു എന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെടലാണ്. അപ്പൊ ഓരെന്തെങ്കിലും കൽപ്പിക്കുന്നുണ്ടാകാം. മറ്റേതെന്താ ഈ റിവായത്ത് പ്രകാരം എന്തായാലും ഹൈറ് കൊണ്ടല്ലാതെ കൽപ്പിക്കൂല എന്ന് പറയുമ്പോൾ ഷർറനെത്തി ഇല്ലേ ഇല്ല എന്നല്ലോ. വക്കാല ദിഞ്ഞനി റളിയല്ലാഹു അൻഹു പറയുന്നു, അതിന് കലിമത്തിൽ ചെറിയൊരു വ്യത്യാസത്തമായി വന്നില്ലേ, വഹുവൽ മുഖ്താർ, അതാണ് മുഖ്താർ. അപ്പൊ ഫഅസ്ലമു എന്നും വായിക്കാം, അസ്ലമ എന്നും വായിക്കാം. എല്ലാം അസ്ലമാന്ന് വായിക്കാൻ തന്നെയല്ല, ബിളമ്മിൽ മീമി. അതപ്പോ ബിളമ്മിൽ മീമി അസ്ലമു, അപ്പൊ മുളാരിയ ഫീലകലാണ്. അപ്പൊ അവൻ ചീത്ത കൊണ്ട് കൽപ്പിച്ചാലും എനിക്ക് രക്ഷയാണ്. ഇപ്പോഴെന്താ പറഞ്ഞു, ഫലാ യഅ്മുറുനി ഇല്ലാ ബിഖൈറിൻ എന്ന തെളിവെടുത്ത് നോക്കിയാൽ ഖൈറല്ലാതെ അവന്റെ കൽപ്പന ഇല്ല എന്ന് പറയുമ്പോ ഞാൻ രക്ഷപ്പെടുന്നവരുണ്ടല്ലോ, അവനെ കൊണ്ട് ഷർറയില്ലല്ലോ അവിടെ. അസ്ലമ മുഖ്താറത് ആളിയാലും ഇമാം നബവീദം കൂടി ഫതഹ്. അപ്പൊ അസ്ലമ ആളിയ ഫീലവരാണ്. അപ്പോൾ ഓൻ ഒതുങ്ങി. അപ്പൊ ഫലാ യഅ്മുറുനി, അപ്പൊ ഒതുങ്ങിയതിന്റെ ഫലമാണല്ലോ ഫല എന്നുള്ള ഫാ ഇട്ടത്. ഫാക്ക് സാധനം പെടല്ലെങ്കിൽ വൽ ഇജ്മാഉ അലാ ഇസ്മതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിന ശൈത്വാൻ. ശൈത്വാനെ തൊട്ട് തങ്ങൾക്ക് ഇസ്മത്തുണ്ട് എന്നുള്ളത് ഇജ്മാഅാണ്. ഇനാർക്ക് തർക്കം പറഞ്ഞാൽ അത് സ്വീകാര്യമല്ല. എന്തുകൊണ്ട്, തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഔലിയാക്കൾക്ക് തന്നെ ഇസ്മത്തില്ലെങ്കിലും സൂറത്തിൽ ഇസ്മത്തിന്റെ തരത്തിലുള്ള ഹിഫ്ളുണ്ടല്ലോ. എനിക്ക് തമീസുള്ള കാലം മുതൽ ഖറാഅത്ത് പോലും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഔലിയാക്കന്മാരുണ്ടല്ലോ. അവർക്ക് നുബുവത്തല്ല, വിലായത്താണ്. പക്ഷെ അതുകൊണ്ടത് ഇസ്മത്ത് എന്ന് പറയേണ്ട, ഇസ്മത്ത് എന്നുള്ളത് പ്രത്യേക മാനാക്കുള്ളത് കൊണ്ട് അമ്പിയാക്കൾ കാണുന്ന നമ്മുടെ റിസാലത്തുൽ ഖുശൈരി തോന്നി മയനൊന്നും തന്നെ സൂറത്തിലെല്ലാം തന്നെ ദോഷം ചെയ്യാനില്ല. പക്ഷെ ഇസ്മത്ത് എന്നുള്ളത് ഖാസായ ലഫ്ളായിട്ട് അമ്പിയാ മുർസലുകൾക്ക് മാത്രം കൊടുത്തു. മറ്റേതോ അതുകൊണ്ട് ഔലിയാക്കളെ കൂടി ശറഅ സുബൂത്താവൂല. ഔലിയ നമ്മളെ മാതിരി മുക്കല്ലഫല്ല. മറ്റവർ പറഞ്ഞു ഇന്ന് മുലാർക്കവരെന്ന് പറഞ്ഞാലും ഔലിയാക്കളെ കൊണ്ട് തന്നെ ശറഅ സുബൂത്താവൂല്ലെങ്കിൽ പിന്നെ മുസ്ലിയാറെ കൊണ്ട് ഒട്ടും ആവൂലല്ല. ഇന്നലെ ഒരാൾ വെച്ചാൽ മുസ്ലിയാർ പറയുന്നുണ്ട്, മുസ്ലിയാർ നമുക്ക് തെളിവല്ലല്ല, മുസ്ലിയാർ അഹദുൽ മുക്കല്ലഫ്. അതുകൊണ്ടെന്താക്കും, ഹിഫ്ള് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല അവരെന്താക്കും എല്ലാത്തിനും കാക്കും. ഇസ്മത്തിൽ അതിനാക്കാണ്, ഇസ്മത്തിൽ അഖിലിയായ തസ്വൂറ് പോലും ഇല്ലാതെ. ഇപ്പൊ നമ്മൾ അല്ലാഹു തആല എന്താക്കുന്ന അപകടത്തിനെ തൊട്ട് തീനെ തൊട്ട് കാക്കത്തില്ലേ, അവിടെ എന്താ ഇസ്മത്തിലല്ല ഹിഫ്ള. അപ്പോൾ ഇസാറത്തുൽ ഖുശൈരിയിലെ ശൈഖിനെ പറ്റി മാസൂമാണെന്ന് വിശ്വസിക്കേണ്ട, മഹ്ഫൂദാന്ന് കരുതിക്കുന്ന എന്താണ്, അവരെ വെക്കുന്ന വല്ല അപവാദം ഉണ്ടായാൽ നിന്റെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാനെന്ന് പറഞ്ഞു വരുന്നു. ഇതെന്ത് ശേഷം നമ്മ ഇത്ര നടന്നിട്ട് ഇയാക്കുന്ന ഒരു ഖിലാഫുല്ലാവില്ല, ഒരു ഖറാഅത്തെല്ലാം വരുന്നുണ്ടല്ല പോട്ടിരിക്കാൻ. അപ്പൊ നീ മാസൂമിന്റെ കൂടെ നടക്കണം, നബിന്റെ കൂടെ നടക്കേണ്ടി വരും. അങ്ങനെ ആളെ കിട്ടില്ല. അപ്പൊ അവരിൽ നീ അർപ്പിച്ച വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എന്താക്കും, ചിലതൊക്കെ ഉണ്ടാവാം. ഉണ്ടായാൽ നീ വിശ്വാസം നഷ്ടപ്പെടുത്തണ്ട. പിന്നെന്താന്ന്, അത് ഉടനെ തോപ ചെയ്തിട്ടുണ്ടാവും. ഇത് ആയത്തിൽ പറഞ്ഞില്ലേ, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളമൂ അൻഫുസഹും ദക്കറുല്ലാഹ് ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറൂ അലാ മാ ഫഅലൂ എന്നവർ. അച്ഛന് തെറ്റാന്ന് ബോധ്യപ്പെട്ട ഉടനെ അതിന് പിന്മാറിയിട്ട് എന്താക്കും, തൗബ ചെയ്യും.
അങ്ങനെയുള്ളൊരു സൂറത്ത് പോലും ആരില്ല, അമ്പിയാക്കളിലില്ല. എന്തുകൊണ്ടാണ്? അമ്പിയാക്കളുടെ പ്രവർത്തനങ്ങൾ ശറഅാണ്. അപ്പൊ അതിൽ ഖതഅ് വന്നാൽ ശറഇൽ ഖതഅ്. കുറേ അറിയേണ്ട കാര്യം ഒരുപാടുണ്ട് ഇപ്പം. വഇന്നമൽ മുറാദു തഹ്ദീറു ഗൈരിഹി. ഇനി പറയട്ടെ, ഈ ഹദീസിൽ എന്താ ഉള്ളത്? എല്ലാവർക്കും ഖരീനും മിനൽ ജിന്നുണ്ട്, ഖരീനും മിനൽ മലായിക്കത്തുണ്ട്. ആരും ഒഴിവില്ല, ഞാനും ഒഴിവില്ല എന്നാ തങ്ങൾ പറഞ്ഞു. പക്ഷെ ഒരു വ്യത്യാസം എന്തുണ്ട്? എന്റെ ഖരീന് എനിക്ക് കീഴൊതുങ്ങിയ കാരണത്താൽ എന്തായി? ഖൈറല്ലാതെ കൽപ്പിക്കൂല. മറ്റേ റിവായത്ത് പ്രകാരം ശ്രദ്ധ കൊണ്ട് കൽപ്പിച്ചാലും എനിക്ക് ബാധിക്കാതെ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞില്ലേ? അപ്പൊ മറ്റുള്ള ആൾക്കെല്ലാം ഖരീനും മിനൽ ജിന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താക്കണം? എപ്പോഴും കാവലിനെ തേടലും അതിൽ പെട്ടുപോകാതെ ശ്രദ്ധിക്കണമെന്നും കൂടി ഹദീസിലുണ്ട്. അതിനെ തെളിവ് തഹ്ദീറു ഗൈരിഹി, മറ്റുള്ളവരെ ഒരു ഭയപ്പെടുത്തലുണ്ട്, ഒരു താക്കീത്. എന്തേ? മീൻ ഫിത്നത്തിൽ ഖരീൻ, ഖരീനിന്റെ ഫിത്ന മറ്റുള്ളവർക്ക് വരാം. അതുകൊണ്ട് എന്താക്കണം? നിങ്ങൾ ഔറാദും ദിക്റൊക്കെ ചൊല്ലിയിട്ട് അതിൽ കുടുങ്ങാതെ രക്ഷപ്പെടുമോ. വസ്വസതിഹി വഇഗ്വാഇഹി, അവന്റെ വിശ്വാസത്തിനെ തൊട്ടും അവന്റെ ചതിയെ തൊട്ടും എല്ലാവരും കാത്തു സൂക്ഷിക്കണം. കാരണം ഞാനേ രക്ഷപ്പെട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ആ ഹദീസിന്റെ ഒരു മഫ്ഹൂമാണ്. ഫഅലമന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നൽ ഖരീനൽ ജിന്നിയ മഅനാ, തങ്ങളല്ലാത്ത നമ്മളെല്ലാവരുടെ കൂടെയും ഖരീനുൽ ജിന്നി എപ്പോഴും ഉണ്ട്. എന്തിനാ? കഴിവിന്റെ പരമാവധി അതിൽ പെട്ടുപോകാതെ കാത്തു സൂക്ഷിക്കണം എന്നാണ് ഈ ഹദീസിന്റെ ഉള്ളിലുള്ളത്. മനസ്സിലായി? അപ്പൊ ഒന്നാമത്തേൽ എല്ലാവർക്കും ഉണ്ടെന്ന് പറഞ്ഞു. ആ ചോദ്യത്തിന് ശേഷമുള്ള മറുപടിയിൽ തങ്ങൾക്കുള്ള ഖരീനുൽ ജിന്ന് കൊണ്ടുള്ള പ്രത്യേകതയുണ്ട്. അപ്പൊ തങ്ങളെ തന്നെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഫഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം മഅസൂമുൻ മിനൽ വസാവിസി വതസയീനാത്തി ശൈത്വാനിയ്യ. ശൈത്വാനിയായ തസീനത്തിൽ ഇന്ന് നല്ലത് എന്ന് തോന്നിപ്പിക്കല്, അതും വസാവിസിനെ തൊട്ടും തങ്ങൾ മഅസൂമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ഫലാ യതകല്ലമു ഇല്ലാ ബിൽ ഹഖ്, ഹഖ് കൊണ്ടല്ലാതെ തങ്ങൾ സംസാരിക്കൂല. വലാ യൻതിഖു ഇല്ലാ ബിസ്സവാബ്, കൊണ്ടല്ലാതെ തങ്ങൾ മൊഴിയുകയില്ല. വലാ യഅമലു ഇല്ലാ ബിമാ യർളാഹു തആല, അല്ലാഹു തആല പൊരുത്തപ്പെടുന്ന കാര്യം കൊണ്ടല്ലാതെ തങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യൂല എന്ന് മഅസൂമാണ്. ഇസ്ലാമായി സംസ്കാരാക്കുന്നത് ജിന്നി മുസ്ലിമായ പിന്നെ ഖരീനുൽ ജിന്നിന്റെ ഹുക്കുമ പോയില്ല. രണ്ട് ചങ്ങായിമാരുണ്ടെന്നല്ലേ വരുള്ളൂ. പക്ഷെ ഇമാമികൾ പറഞ്ഞിട്ടില്ല. അത് പറയേണ്ട ആള് പറഞ്ഞില്ലേ? ആയത് ഹാഫിദ് സുർഖാനി പറഞ്ഞു, ഖത്താബി സഹീഹാക്കി, ഖാദി ഇയാദ് തർജീഹാക്കി, നവീ മാമു രണ്ട് നേതാക്കന്മാർ എന്താക്കി തർജീഹാക്കി. അപ്പൊ മറ്റേ ഇസ്ലാമായി എന്ന് പറഞ്ഞാൽ പിന്നെ ഖരീനുൽ സ്വഭാവം തന്നെ പോയില്ലേ? അത് പറഞ്ഞാളാരുമില്ല, നമുക്ക് പറയാൻ അധികാരമില്ല. നമ്മീ കണ്ടത് എഴുതിയ വായിക്കല്. അതിന് മിസ്കാത്തിന്റെ സറഹിൽ ഇസ്കാലാക്കിയിട്ടുണ്ട്. അതിനെ പറ്റി അസ്ലമ എന്ന് പറഞ്ഞാൽ മുസ്ലിമായി എന്ന് പറഞ്ഞാൽ ഖരീനുൽ ജിന്ന് മുസ്ലിമായ അവൻ സഹാബിയായില്ലേ? പിന്നെ ഇനി പറയാൻ പോകുന്നത് എന്തെങ്കിലും തീരുമാനങ്ങൾ ചില കാര്യം നടപ്പിൽ വരുത്തുമ്പോൾ അത് ഖതഅ് വരൂല എന്ന് പറയുന്നത്. അതെന്തിനാ പ്രത്യേകം എടുത്ത് പറയുന്നത്? തങ്ങൾക്ക് വന്ന് എന്ന് പറഞ്ഞിട്ട് കുറേ ചരിത്രങ്ങൾ ഉദ്ധരിക്കും. അതിന്റെ വായന മനസ്സിലാക്കാറുണ്ട്. അവിടെ സംഭവിച്ചു ഇവിടെ സംഭവിച്ചു എന്ന് പറഞ്ഞു. ഗൈബ് അറിയൂല എന്ന് പറഞ്ഞതിന് ഈ മുത്തക്കബീറും ജബ്ബാർ കുറേ ഉദ്ധരിക്കുന്നില്ലേ? ഒട്ടകത്തിനെ കാണാണ്ടായി, എന്നിട്ട് പരതാൻ വേണ്ടിയിട്ട് സഹാബികളെ പല വഴിക്കും വിട്ട്. അപ്പൊ എന്താ മുത്തക്കബീറും ജബ്ബാർ പറയാൻ തുടങ്ങി, ആകാശത്തിന് കൈ പറയുന്ന ആൾ സ്വന്തം ഒട്ടകത്തിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഷഹാദത്തിലുള്ള ഒട്ടകം കൈവിലല്ലോ, ഷഹാദത്തിനല്ലോ. അപ്പോഴല്ലേ പറഞ്ഞെടുത്ത് ഇന്നാലിന്ന സ്ഥലത്തത അതിന്റെ കയറി മരക്കൊമ്പിൽ കുടുങ്ങി വരാൻ കഴിയാണ്ട് നടക്കൊച്ചു മുട്ടിച്ചു പറഞ്ഞു കൊടുത്തില്ലേ? അപ്പൊ എന്താക്കുന്നറിയോ? ആദത്തനുസരിച്ച് ചെയ്യും. ചിലപ്പോൾ അള്ളാന്റെ മേലെ മാത്രം ഇതിൽ മതി ചെയ്തു. അത് ഹാല് മനസ്സിലാക്കുന്നില്ല.
കാണാണ്ടായാൽ അന്വേഷിക്കണം എന്നുള്ളതിനെന്താണ് അസ്ഹാബിമാരെ പറഞ്ഞത്? അതൊരു ഹുക്മാണ്. നമ്മക്കൊരു സാധനം കാണാണ്ടായാൽ അന്നുണ്ടെങ്കിൽ തെറ്റെന്ന് പറഞ്ഞാലല്ല പരതണം. ആലമുൽ ഹിക്മത്തിൽ യാ ബനി യദ്ഹബൂ ഫതഹസ്സസൂ മിൻ യൂസുഫ. അല്ല പറഞ്ഞ യാക്കൂബ് അലൈഹിസ്സലാം പറയുന്നത്, മക്കളെ പോയിട്ട് യൂസുഫിനെ പറ്റി ഒന്ന് പരതി നോക്കൂ. എവിടെയോ ഉണ്ട്, അല്ല ഉണ്ടെങ്കിൽ കണക്കാക്കി അനുസരിച്ച് വരുമെന്നുണ്ടെല്ലാം ബുദ്ധിമുട്ട്. അത് ശറഈന്റെ ഒരു ഹുക്മാണ്. ഇനി കിട്ടുന്നില്ലേ, എന്താക്കുന്നറിയോ? ഗൈബ് കൊണ്ടിത്തല്ല ചെയ്തിട്ട് കൊണ്ടേണ്ടി. ഈ അഹ്വാൽ തസവുഫിന്റെ ഈ ഹാല് മനസ്സിലാക്കണം. അപ്പൊ ഇതിൽപ്പെട്ട ഒരു മറുപടി അത് തന്നെയാ പറയാൻ പോകും. അപ്പൊ ഒരു കിസ്സ നമ്മളെന്താക്കണം, കുറച്ച് നീണ്ടുപോയത് കൊണ്ട് തഫ്സീറിനെ കൂടെ കൂട്ടിപ്പിടിക്കുന്ന അതെന്താക്കും, തർത്തീബൊന്ന് മാറ്റും. അത് ലാസ്റ്റേക്ക് വെക്കും, അല്ലാതെ തീരൂല. പറയട്ടെ, ഖതഅ് ബാത്തിലി എന്നിട്ടോ വതസ്ദീദിഹി ബിൽ ഹഖ് വസ്സവാബ്, ഹക്ക് കൊണ്ടും സവാബ് കൊണ്ടും എന്താക്കും അല്ലാഹു തആല തങ്ങൾ എത്തിക്കും. ഫീ ജമീഇ അഹ്വാലി, ഏത് അഹ്വാലിൽ ലാഹിറുള്ള തെറ്റുപറ്റിയെന്ന് തോന്നിപ്പോയാലും ഹുദൈബിയയില് എന്താ പറഞ്ഞത്? ഇക്കൊല്ലം തിരിച്ചു പോവുക അല്ലേ, ഒരു കാലാണ്. എന്നിട്ട് വരും കൊല്ലം ആയുധമൊന്നും എടുക്കാണ്ട് വരിക, 3 വർഷം കഴിയുക, ഇവിടെ ഇത് മടങ്ങുക. അതെന്താ അങ്ങനെ ഒരു അധികാരം? എന്തിനാ തിരിച്ചു പോകുന്നു? നമുക്ക് അവകാശമില്ലേ? ഹിജ്റ പോയ അസ്ഹാബിമാർക്ക് എല്ലാവർക്കും മക്കത്തെ പോരാവകാശം ഉണ്ടല്ലോ. പിന്നെ ഇത് സംബന്ധിച്ചു ലാഹിറിൽ ഇപ്പൊ എന്താണ്? അതുപോലെ തന്നെ എന്താ ഉള്ളത്? മുഹമ്മദ് റസൂൽ നദിമ വായിക്കാൻ പറഞ്ഞു. ഓറ് പറഞ്ഞവർക്ക് മുഹമ്മദ് അബ്ദില്ലാന്ന് ലഭിക്കും. ഞാൻ അത് തന്നെയല്ലേ മുഹമ്മദ് റസൂലുള്ളാഹിനെ തിരുത്തിയതല്ല. അവർ പറഞ്ഞതുപോലെ അങ്ങോട്ട് സമ്മതിച്ചു കൊടുത്താൽ അവർ തന്നെ ഇനി ഒതുങ്ങേണ്ടി വരും. പിന്നെന്താ ഇനി? അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ നമ്മുടെ കടഞ്ഞു വിട്ടുകൊടുക്കൂല. നമ്മളെ കൂട്ടത്തിൽ നിന്ന് ആരങ്ങോട്ട് വന്ന് നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. അപ്പോഴല്ല സഹാബത്ത് റളിയല്ലാഹു അൻഹു താൽക്കാലികമായ എന്താക്കും ഒരു ഷോക്ക് ഉണ്ടാക്കിയത്. റളിയല്ലാഹു അൻഹു എന്തിനിങ്ങനെ തോറ്റു കൊടുക്കുന്നു? നേരിട്ട് ചോദിക്കാൻ കഴിയാത്തവരുടെ ശ്രദ്ധിക്കാനുണ്ട്, പോയി ചോദിക്കും. ശ്രദ്ധിക്കുന്നതാണോ? ഞാൻ ചോദിക്കൂല. അല്ലാഹു റസൂൽ ചോദിച്ചു, ഞാൻ എന്തിനൊന്നും പറയുന്നു. തങ്ങൾ ഞാൻ അവസാനം ചോദിച്ചത് അലൈസ ഖത്ലാനാ ഫിൽ ജന്ന, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വന്നാൽ സ്വർഗ്ഗം കിട്ടൂലേ? ഓരോ അരകത്തിനുമല്ലേ, അവിടെ അടുത്ത് തന്നെ യുദ്ധം. ഉമ്മറെ, ഞാൻ അല്ലാഹു റസൂലാണോ അല്ലയോ? എന്താ പറയുന്നത്? അല്ലാഹു റസൂലാണ്. അല്ലാഹു അറിയിച്ചെന്ന് പറഞ്ഞാലേ ഞാൻ വിളിക്കുള്ളൂ. അതോടുകൂടി മറുപടി തീർന്നില്ലേ? അപ്പൊ അങ്ങന്ന് ആരെങ്കിലും വന്നാൽ വീടാ തടഞ്ഞു വെക്കും. ഇങ്ങനെ അങ്ങോട്ട് പോയാലേ തങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. ഈ തീരുമാനം കൊണ്ട് എന്താ ഉണ്ടായത്? മക്കയിൽ പണ്ട് തടഞ്ഞു വെക്കപ്പെട്ട കൊടയാൾ രക്ഷപ്പെട്ടിട്ട് ഒരു 3-ാം ചേരിയായി എന്തായി? വേറെ സ്ഥലത്ത് പോയി താമസിച്ചു. അതെ, തങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്നിട്ട് എന്താക്കി? കരാറല്ലേ, കരാറ് പാലിക്കണല്ലോ ഇവർ. അപ്പൊ 3-ാം പാർട്ടി ആയപ്പോ ഇവർക്ക് പേടിയായി. ഓറ് സംഘടിച്ചിട്ട് നമ്മളെ എതിർക്കാൻ വന്നാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു പറഞ്ഞു, അതൊന്ന് പിൻവലിക്കണേ. ഈ ലാസ്റ്റ് വന്ന ഹിക്മത്ത് ആർക്കും മനസ്സിലായില്ല. അപ്പൊ ഇങ്ങനത്തെ ചില ലാഹിർ നോക്കിയിട്ട് എന്താക്കും അറിയോ? എത്ര എന്ന് പറയും. അതിന്റെ ചില കാര്യങ്ങളെ മുപ്പർ പറയുന്നുള്ളൂ. അതാ, ഇന്നല്ലാഹ തആല ഖദ് അയ്യദ റസൂലഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ അല്ലാഹു തആല ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ബിൽ ഹഖ് വസദ്ദദഹു ഫീ അഖ്വാലിഹി വഅഫ്ആലിഹി ബി ജമീഇ അഹ്വാലിഹി. തങ്ങൾ ഖൗലുകളാവട്ടെ ഫേലുകളാവട്ടെ എല്ലാ അവസ്ഥയിലും എന്താക്കണം? അല്ലാഹു തആല സവാബുമ തന്നെ നിർത്തിയിട്ടുണ്ട്. അത് ഫീ ഹാലി റിളാഹു വഗളബിഹി, അത് റിളാന്റെ അവസരത്തിലായാലും ശരി, ഗളബിന്റെ അവസരത്തിലായാലും ശരി. റിളാന്റെ ഹാലിൽ ഒന്നുണ്ടാകുമ്പോൾ ഗളബിനെ തിരിച്ചു പറയുന്ന സ്വഭാവം ഒന്നും ഉണ്ടാവില്ല. അതുപോലെ വഹാലി ജിദ്ദിഹി വമിസാഹിഹി, കാര്യം പറയുന്നല്ലോ, മിസാഹ് എന്ന് പറഞ്ഞ തമാശ പറയുന്ന അവിടെയായാലും ഹക്കും സ്വഭാവമേ ഉണ്ടാകുള്ളൂ. കാര്യം പറയുന്ന സ്ഥലത്തും അങ്ങനെ തന്നെ ഉണ്ടാകുള്ളൂ. വഹാലി സിഹ്ഹതിഹി വമറദിഹി, രോഗമായാലും അങ്ങനെ തന്നെയാണ്, ആരോഗ്യമുള്ള കാലത്തും അങ്ങനെ തന്നെയാണ്. ഈ അത്തുമ്പത്തും ബാധിച്ചിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടാവില്ല. അതാ അപ്പൊ എന്തെല്ലാം അത് പറഞ്ഞ ജില്ലാക്കും ഗളബിലും ജിദ്ദിലും മിസാഹിലും
സിഹത്തിലും മറന്നിലും ഒന്നുണ്ടാവില്ല. ഹക്കും വിട്ടും തെറ്റുന്ന പരിപാടിയേ ഇല്ല. ഫകാന സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഗളിബ, തങ്ങൾ ദേഷ്യം വന്നാല് ലാ യുഖ്രിജുഹു ഗളബുഹു അനിൽ ഹഖ് വസ്സവാബ്, ആ ഗളബ് ഹക്കിനെ തൊട്ടും സവാബിനെ തൊട്ടും തങ്ങൾ എന്താക്കൂല, പുറത്താക്കൂല. ബൽ ഹുവ അലൽ ഹഖ് ഫീ ഹാലി ഗളബിഹി, ഗളബിന്റെ ഹാലിലും ഹക്കിന്റെ പോലെ തന്നെയായിരിക്കും. ഗളബ് മനുഷ്യൻ എന്താക്കും, നിയന്ത്രണം പെട്ടിട്ട് പിന്നെ എന്തല്ലോ അറിയാ വയ്യ അങ്ങനെ ഇപ്പൊ എന്ന് പറയാം, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഏതുപോലെ തന്നെ കമാ ഹുവ അലൽ ഹഖ് ഫീ റിളാഹു, റിളാന്റെ അവസരത്തിലും ഹക്കിന്റെ മേൽ തന്നെയാണ്. എന്നാൽ ബിഖിലാഫി ഗൈരിഹി മിനൽ ഉമ്മ, ഉമ്മത്തിൽപ്പെട്ട മറ്റുള്ള ആൾക്ക് ഇനി എതിരാണ്. എന്തുകൊണ്ട്? റിളാന്റെ അവസരത്തിലുണ്ടായ സ്വഭാവമായിരിക്കൂല അപ്പോൾ ഉണ്ടാവില്ല ഗളബിൽ വന്നാൽ. എന്തുകൊണ്ടാ? ഫഇന്നൽ ഗളബ ഖദ് യുഖ്രിജുഹും അനിൽ ഇഅ്തിദാലി വന്നുത്ഖി ബിസ്സവാബ്, ചൊവ്വായി നിക്കലിനെ തൊട്ടും സവാബ് പുഴയിലിനെ തൊട്ടും എന്താക്കും, ഗളബ് അവരെന്താക്കും, പുറത്തു അടിച്ചടിയും, ഗളബ് കീഴടക്കിച്ച്. വലിദാലിക, ഇതുകൊണ്ടാണ് നബ്ബഹന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ അന്നഹു ലാ യഅ്തദീഹി മാ യഅ്തദീ ഗൈറഹു ഫീ ഹാലിൽ ഗളബി, ഗളബിന്റെ നേരത്ത് മറ്റുള്ള ആളുകളെ പിടികൂടുന്ന ആ വ്യതിയാനമുണ്ടല്ലോ, അതെനിക്ക് ബാധിക്കൂല എന്ന് തങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗളബ് വിജയിച്ചില്ലേ, മറ്റേ കീഴടക്കിയല്ലേ. ബൽ ഹുവ അലാ കമാലിൽ ഇഅ്തിദാൽ, ഗളബ് വന്നാലും ഇഅ്തിദാലിന്റെ കമാലും തന്നെ. വസവാബിൽ അഖ്വാലി വൽ അഫ്ആൽ ഫീ സാഇരിൽ അഹ്വാൽ, ഇതൊന്നും ഇപ്പൊ ആരും മനസ്സിലാക്കിയിട്ടില്ല. കൊല്ലത്തിലേക്ക് കൊടിയും പിടിച്ച് ചെല്ലിപ്പോണോന്നേ പഠിച്ചിട്ടുള്ളൂ. റവാ അബൂ ദാവൂദ് അൻ അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹുമാ ഖാല കുൻതു അക്തുബു കുല്ല ശൈഇൻ അസ്മഉഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉരീദു ഹിഫ്ളഹു. കണ്ടോ, തങ്ങളുടെ വക്കൽ നിന്ന് കേൾക്കുന്ന മുഴുവൻ വചനങ്ങളും ഞാൻ എന്താക്കും, എഴുതി വെക്കും. എന്തിനാണ്? അത് മനപ്പാടമാക്കാൻ മടിക്കടി ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഫനഹത്തിനെ കുറേശികൾ വന്നിട്ട് എന്നെ തടഞ്ഞു. എന്തുകൊണ്ട്? ദേഷ്യം പിടിക്കാൻ പറയുന്നത് നീതാൻ പാടില്ല, ചിലപ്പോ കഥ ഉണ്ടാവും. വഖാലു, എന്നിട്ട് അവർ പറഞ്ഞെന്താണ്, ആ തക്തുബു അബ്ദുല്ലാ, നീ എഴുതോ, കുല്ല ശൈഇൻ തസ്മഉഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ വക്കൽ നിന്ന് കേൾക്കുന്ന മുഴുവൻ എഴുതല. വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബശർ, തങ്ങൾ ബശറാണ്. യതകല്ലമു ഫിൽ ഗളബി വൽറിളാ, ഗളബിന്റെ അവസരത്തിലും റിളാന്റെ അവസരത്തിലും സംസാരിക്കാറുണ്ടല്ലോ. അതാ ഖുറൈശികൾ പറഞ്ഞത്. അവിടെ ഫംസഖ്തു അനിൽ കിതാബ്, എന്നാ പിന്നെ എഴുതി വെക്ക് നിർത്തി. അപ്പം റിളാന്റെ അവസരത്തിൽ മാത്രം ഉള്ളത് എഴുതും. തങ്ങളോട് പോയി പറഞ്ഞു, എല്ലാം എഴുതി വെക്കാൻ പാടില്ല. തങ്ങളെന്താക്കി, വിരല് കൊണ്ട് ഇഷാറത്താക്കി തങ്ങളെ വായിലേക്ക് വായിക്കണ്ട. നീ എന്തും എഴുതിക്കോ. എന്റെ നിയന്ത്രണം ഏത് റബ്ബിന്റെ കയ്യിലാണോ ആ റബ്ബിനെ തന്നെ സത്യം, നീ വായിൽ നിന്ന് ഹക്കല്ലാണ്ട് പുറത്തു വരില്ല. എന്തുകൊണ്ട്? എന്നല്ലേ വേറെ വിഭാഗത്തിൽ മാ ഖറജ മിന്നു എന്ന് മാറിയായിട്ടുണ്ട്. രണ്ടും അർത്ഥം തന്നെ, ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അപ്പൊ രണ്ടും കൂടെ കൂട്ടി വായിച്ചാലോ, കഴിഞ്ഞ കാലത്തും ഹക്കല്ലാണ്ട് പുറത്തു വന്നിട്ടില്ല, ഇനി വരാൻ പോകുന്നതും ഹക്കല്ലാണ്ട് വരൂല എന്നായി. നോക്കറ, മാ ഖറജയും മാ യഖ്റുജും തമ്മിലെ വ്യത്യാസം. ഇതുവരെയും വന്നത് ഹക്കല്ലാതെ പുറത്തും വന്നിട്ടില്ല. അപ്പൊ എന്നാക്കി മൂപ്പർ രണ്ടും കൂടെ ഒരുമിച്ച് കൂട്ടി. അരിവാറ്റ് ആദ്യം ദാരിമിരല്ലേ, അല്ല രണ്ടാമത് ആദ്യം അബൂദാബ് അതന്നെ. മാ ഖറജ മിൻ ഫമിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ യഖ്റുജു ഇല്ലാ ഹഖ്വൻ. മാ ഖറജ എന്നുള്ള മാദിയാണ്. അപ്പൊ കഴിഞ്ഞ കാലത്താവട്ടെ ഇനി വരാൻ പോകുന്ന കാലത്താവട്ടെ ഹക്കല്ലാതെ പുറത്തു വരൂല.
കമാ അന്ന, അതായത് ഖളബിന്റെ നിദാന്റെ ഹാല പറഞ്ഞത്. ഇനി കമാ അന്ന മിസാഹഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ്ഖുൻ, തമാശ പറഞ്ഞാലും അതും ഹക്കായിരിക്കും. വലൈസ ഫീഹി ബാത്തിൽ, അതിൽ ബാത്തിൽ ഉണ്ടാവില്ല. അത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പെണ്ണുങ്ങൻ വന്നിട്ട് തൊണ്ടി പെണ്ണുങ്ങൻ വന്ന് സ്വർഗത്തിൽ കയറ്റാൻ ദ്വാരക്കണെങ്കിൽ സ്വർഗത്തിൽ തൊണ്ടിമാർ കയറൂല എന്ന് പറഞ്ഞില്ല. അത് പെണ്ണുങ്ങൾ കരഞ്ഞ് അപ്പൊ ആ തൊണ്ടിയത്തിനെ നീക്കിയത് നല്ല ബാല്യക്കാർക്കാക്കിയിട്ട് കയറ്റുമെന്ന് എന്നെ വയന പറഞ്ഞു കൊടുത്തത്. അത് മുമ്പ് കഴിഞ്ഞ്. വലിദാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട് ഇന്നി ലഅംസഹു, ഞാൻ തമാശ പറയും, വലാ അഖൂലു ഇല്ലാ ഹഖൻ, എന്നാലും ഹക്കല്ലാണ്ട് പറയൂല. അതിന്റെ കുറേ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലസ്തു മിൻ ദദിൻ, ദദ് എന്ന് പറഞ്ഞാൽ തമാശ, കളവ്, ഇതെല്ലാം ഒഴിവാക്കിന്ന് പറഞ്ഞു. നമ്മ മിത്തിനയിൽ ഓതിയിട്ടുണ്ടല്ലോ, ഹുമാമും വഖംഖാമുൻ വലൈസ ബിഖുഅദദി വലാ ദദ അൽഹാഹു വലാ ഹുവ ദൂദദീൻ. ആണ് മിത്തിനെ വൈത്ത് മുമ്പ് ഓതിയത്. ദദ് എന്ന് പറഞ്ഞാൽ എന്താ? ലസ്തു മിൻ അഹ്ലിൽ ലഹ്വി വൽ ലഅബി, ലഹ്വ്, ലഅബ്, കളി, തമാശ, നേരം പോക്കുന്ന കാര്യത്തിൽ ഞാനില്ല. വലദ്ദതു മിന്നി, എൻ്റെ വെക്കുന്നത് വന്നിട്ടുമില്ല. എന്ന് വെച്ചാലോ വലസ്തു മിനൽ ബാത്തിലി വലൽ ബാത്തിലു മിന്നി, അൽ ഹദീസ് കമാ തഖദ്ദമ ഫീ മിസാഹിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിനെപ്പറ്റി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഫലൈസ ലിശ്ശൈത്വാനി അലൈഹി തഹ്സീറുൻ, അതുകൊണ്ട് ശൈത്താനിക്ക് ഒരു തരത്തിലുള്ള തഹ്സീറുമില്ല. എന്നിട്ട് വേണ്ടേ ഫയുഖ്രിജഹു അനിൽ ഹഖ്ഖി വസ്സവാബി, ഹക്കിനെത്തൊട്ടും സവാബിനെത്തൊട്ടും തങ്ങളെ പുറത്തു ചാടിക്കാൻ എന്തെങ്കിലും തഹ്സീർ ഉണ്ടാവില്ല. അപ്പൊ ഫയുഖ്രിജ എന്നാ വയ്ക്കില്ല. എന്നുവെച്ചാൽ തഹ്സീർ ഉണ്ടെങ്കിലാണല്ലോ ഹക്കിനെത്തൊട്ടും സവാബിനെത്തൊട്ടും പുറത്താക്കല്. ബൽ ഹുവ മഅസൂമുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ദാലിക കമാ തഖദ്ദമ, അത് മുമ്പ് പറഞ്ഞു. അപ്പൊ വലൈസ ലിൽ ഖളബി വനഹ്വിഹി, ഖളബിനോ അതുപോലത്തത് എന്താ പോലത്തെന്താ പറഞ്ഞ മിസാഹ്, അതുപോലെ തന്നെ സാധാരണ സിഹത്തിന് മറന്നു വരുമ്പോൾ എന്താകും, ചിലപ്പം അത്തുമുത്തും വന്നിട്ട് അല്ലെങ്കിൽ പുറത്തിയോടി വരിക. അതാണ് വനഹ്വിഹി അലൈഹി, തങ്ങളുടെ പേരിലില്ല തഹ്സീറുൻ, ഒരു തരത്തിലുള്ള തഹ്സീറുമില്ല. ഇങ്ങനത്തെ തഹ്സീർ യുഖ്രിജുഹു അൻ കമാലിൽ ഇഅ്തിദാൽ, ഇഅ്തിദാലിന്റെ കമാൽ. ഇഅ്തിദാൽ ഏതാണ്? ഇസ്തിഖാമത്ത്, നേരെ 90 ഡിഗ്രി നിൽക്കുന്നതിനെ തൊട്ട്, അതാണ് കമാൽ. അപ്പോഴും കമാലുണ്ട്. എന്നാണ് ചെറിയൊരു തെറ്റ് പറ്റിയാലും പറഞ്ഞാലും ഇഅ്തിദാൽ അസലുണ്ട്, അതല്ല. അതുപോലെ അനിൽ ഹക്കി, ഹക്കിനെ തൊട്ടും തെറ്റിക്കുന്നത്, വസ്സവാബിനെ തൊട്ടും ഫിൽ അഖ്വാലി വൽ അഅ്മാൽ, ഖൗലിലാവട്ടെ ഫിഅലിലാവട്ടെ അമലിലാവട്ടെ സവാബിനെ തൊട്ട് തെറ്റിക്കുന്ന ഒരു തഹ്സീറും അതിനില്ല. അതുകൊണ്ടാണ് വലിദാ ഖാല ഉക്തബ് കുല്ല ശൈഇൻ തസ്മഉഹു മിന്നി, എൻ്റെ പക്കന്ന് കേൾക്കുന്ന മുഴുവൻ എഴുതിക്കോന്ന്. വല്ലാഹി മാ യഖ്റുജു മിൻഹു, മിൻഹു എന്ന വായി കാണിച്ചിട്ടാ പറഞ്ഞത്. അടുത്തേക്കുള്ള അമീർ ദാ ഇതിൽ നിന്ന് പുറത്തു വരൂല ഇല്ലാ ഹഖ്ഖുൻ. കണ്ടാ, വലൈസ ലഹു മിൻ നഫ്സിഹി ത്വയ്യിബത്തി ത്വാഹിറത്തി സകിയ്യത്തി നഖിയ്യത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ ദാഇയത്തുൽ ഖൈരി വൽ ഹഖ് വസ്സവാബി വസ്സദ്ഖി. ഖൈറ്, ഹക്ക്, സവാബ്, സിദ്ഖ്, അതിൻ്റെ ദാഇയത്തല്ലാതെ കണ്ട് തങ്ങൾ നഫ്സിലില്ല. വലിദാ ഖാല ലസ്തു മിൻ ദദിൻ, നേരത്തെ പറഞ്ഞു ഞാൻ ഒരു കളിയിലും തമാശയിലോ ഒരു നേരം പോക്കിലോ ഒന്നിനുമില്ല. നേരം പോക്കുന്നല്ല പറയുന്നത്, നേരത്തിന് അത് കളയണല്ല. ടൈം പാസ് അല്ല, ടൈം കില്ലിങ്. വലദ്ദതു മിന്നി, ദദ് എന്നിൽപ്പെട്ടതുമല്ല. വലസ്തു മിനൽ ബാത്തിലി വലൽ ബാത്തിലു മിന്നി. ഇനി ഫകാന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബർ റഅയി, അഭിപ്രായം വളരെ കുറിച്ചുകൊള്ളുന്ന അഭിപ്രായമാണ്. നാഹിൽ ചിലപ്പോൾ ഒത്തിട്ടില്ല എന്ന് കണ്ടാലും സദീദൻ നദരി, ചിന്ത വളരെ സവാബിനോടൊത്തതാണ്. ഹഫിളഹുല്ലാഹു തആല മിനൽ ഖതഇ ഫീ ജമീഇ ഖളായാഹു വ ആറാഇഹി, തങ്ങൾ വല്ല തീരുമാനങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഖതഇനെ തൊട്ട് അല്ലാഹു തആല കാത്തിട്ടുണ്ട്. എങ്ങനെ കാക്കാണ്ട് നിൽക്കുക? കദാലിക്കാം ലായക്കൂനു കദാലിക്കാം, അതൊരു തഹജ്ജുബാണ്. അങ്ങനെ ആവാതെ എങ്ങനെ ഇരിക്കും?
അതാണ് യാക്കൂത്തിലെ കൈഫ കെട്ടത്. എനിക്ക് പറഞ്ഞൊന്നും ശരിയല്ല, ഒറ്റപ്പറച്ചില്ല. കൈഫ കൂട്ടിച്ചേർത്തതിനെ പിന്നാണ് ബദറുഹദൊക്കെ ഉണ്ടാക്കേണ്ടി വന്നത്. وقد أعطاه الله تعالى العقل الواسع الأكمل. ഏറ്റവും സമ്പൂർണമായ വിശാലമായ അഖലല്ലേ തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തത്. വൽ ഇൽമൽ ഫായിദൽ അഫ്ളൽ, അല്ലാഹുവിന്റെ വക്കൽ നിന്ന് വരുന്ന ഇൽമാണ്, ഏറ്റവും അഫ്ളലായ ഇൽമാണ് തങ്ങൾ കൊടുത്തത് തങ്ങൾക്ക്. വദിഖത്തൻ നദരി, ചിന്തയുടെ ആഴത്തിൽ തുളച്ചു കയറുന്ന ചിന്തയും, വഖുവ്വത്തൽ ഫിക്രി വകമാലത് തബസ്സുരി ഫീ ജമീഇ മയാദീനിൽ ഉമൂർ, എല്ലാ കാര്യങ്ങളുടെ മൈതാനിലും നല്ല ബസീറത്തോടു കൂടി തന്നെയാണ്. ഈ പറഞ്ഞ വിഷയം കൊണ്ട് തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അൽ മശാഹിദു, പല രംഗങ്ങൾ, യുദ്ധത്തിലും മറ്റോരോ തീരുമാനങ്ങളുണ്ടായ, അതുപോലെ ആ മശാഹിദിൽ പങ്കെടുത്ത വ്യക്തി റിജാലുകളും. അത് ഒരേ അർത്ഥം തന്നെ. തങ്ങൾക്ക് ഈ പറഞ്ഞത് സുബൂത്താക്കിയിട്ടുണ്ട് അൽ വഖായു, സംഭവങ്ങൾ, അതാണ് അൽ മശാഹിദ്. വഖവ്വാദുഹ എന്ന് പറഞ്ഞാൽ സംഭവങ്ങൾക്ക് നേതൃത്വം വഹിച്ച നേതാക്കന്മാരുണ്ടാവുമല്ലോ, അതാണ് ഏത് റിജാലുഹ. ഹത്താ ഇന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യറ റഅയൽ ഫിൽ ഉമൂർ, ചില കാര്യങ്ങൾ എന്താക്കും തങ്ങൾ ചില അഭിപ്രായങ്ങൾ കാണും. ഫഇദാ ഖാലഫ ബഅദു സ്വഹാബത്തി റഅയഹു, അപ്പോൾ സഹാബത്തിൽപ്പെട്ട ചിലർ അതല്ല എന്നുള്ളത് എന്താക്കും, ചിലർ ഇനി ചില മുശാവറ ചെയ്യുമ്പോൾ എതിരാവും. നോക്കുമ്പോൾ ആദൽ അംറു അലൈഹിം ബിൽ വബാലി വൽ വശദ്ദി, അപ്പം എന്തെങ്കിലും മുഖാലഫത്ത് വന്നാൽ അതിൻ്റെ ഫലം അവിടെ അപ്പം തന്നെ അനുഭവിക്കേണ്ടി വരും എന്നാണ്. ഒരു ഉദാഹരണം പറയാം. വഖുദ് മിസാലൻ, ഒറ്റ മിസാൽ അതിൽ പറയുന്നുള്ളൂ. എന്താണത്? ഖളിയത്ത യൗമി ഉഹദ്, ഉഹദിൻ്റെ ദിവസത്തിലെ സംഭവം. ഫഇന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യന 50 മിനർ റുമാഹ്, അമ്പറിയുന്ന 50 ആളുകൾ എന്താക്കി തങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അമ്മർ അലൈഹിം അബ്ദുല്ലാഹി ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു അമീറാക്കി നിർത്തി. ഇത് പറഞ്ഞ സംഭവമാണ്. വഅമറഹും, അവരോട് കൽപ്പിച്ചത് എന്താണ്? അൻ യുഖീമു, അവിടെ തന്നെ നിന്നുകൊള്ളണം. ഫീ മൗദിഇൻ അയ്യനഹു ലഹും, അവർക്ക് വേണ്ടി നിശ്ചയിച്ച സ്ഥലത്ത് തന്നെ നിൽക്കണം, ഒറ്റപ്പടി മാറാൻ പാടില്ല. വഖാല ലഹും, അവരോട് പറഞ്ഞെന്താ? ഇഹ്മൂ ളുഹൂറന, നമ്മളെ പിൻഭാഗം നിങ്ങൾ സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് ശ്രദ്ധ തിരിയുമ്പം പിൻഭാഗത്തിൽ കൂട്ടി അതിൽ തന്നെ ആളെ നിർത്തിയത്. അപ്പം നുഖത്തലു, നമ്മളെ കൊല്ലപ്പെടുന്നുണ്ട് എന്ന് കണ്ടാലും ഓടി വന്ന് സഹായിക്കാൻ പാടില്ല. ഫലാ തൻസുറൂൻ, അവിടെ നിന്നാണ്. കാരണം അവിടുന്ന് വിടാനുള്ള സാഹചര്യം അതെന്ന് പറഞ്ഞു. നമ്മളെല്ലാം കൊല്ലപ്പെടുന്നുണ്ട് എന്ന് കണ്ടാലും നിങ്ങൾ സഹായിക്കാൻ വരണ്ട. 2 നമ്മ ഗനീമത്ത് പാലുണ്ടെന്ന് കണ്ടാലും ഫലാ തുശ്രികൂന, അവിടെ നിങ്ങൾ പങ്കെടുക്കാൻ പാടില്ല. നമ്മൾ കൊടുക്കുമല്ലോ, 80% ഓർക്ക് കൊടുക്കാനുള്ളതല്ലേ. അപ്പൊ മാരാമട്ടിങ്ങ് വരണ്ട. അപ്പൊ ചുരുക്കത്തിൽ നമ്മ ജയിച്ചാലും തോറ്റാലും സ്ഥലം വിടാൻ പാടില്ല. وفي رواية قال لهم إن رأيتمونا ظهرنا عليهم, ശത്രുക്കൾക്കെതിരെ നാം വിജയിച്ചു എന്ന് കണ്ട് എന്നാ ആ വിജയം തൽക്കാലം എടുക്കാതെ കണ്ടെന്താക്കണം? ഫലാ തബ്റഹു, സ്ഥലം വിടാതെ അടുത്ത് നിന്നോളുന്നു. അതാണ് ഏത് ഗനീമത്ത് വലി. വഇൻ റഅയ്തുമൂഹും ളഹറു അലൈന, അവർ നമ്മളെ വികസിച്ചിട്ടുണ്ട് എന്ന് കണ്ടാൽ ഫലാ തുഈനൂന, സഹായിക്കാൻ വേണ്ടി വേണ്ട. കമാ ഫി സിയർ, അത് ചരിത്രത്തിൽ വിശാലമായി പറഞ്ഞിട്ടുണ്ട്. വഫി മുസ്നദിൽ ഇമാമി അഹ്മദ് റളിയല്ലാഹു അൻഹു ഖാല ലഹും, അസ്ഹാബിമാരോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇൻ റഅയ്തുമൂനാ തഖ്തഫുന തൈറു, പക്ഷികൾ നമ്മളെ കൊത്തി തിന്നുണ്ടെന്ന് കണ്ടാലും ഫലാ തബ്റഹു, നിങ്ങൾ അടുത്ത് നിന്നോളണം. എന്നുവെച്ചാൽ നമ്മളെ അവർ കൊത്ത് ഷഹീദായിട്ട് പക്ഷികൾ വന്ന് അതൊരു ഒരു മിസാലാണ്. ഹത്താ ഉർസില, ജ്ഞാനികളിലേക്ക് ആളെയൊക്കെ ഇറങ്ങിക്കോന്ന് പറഞ്ഞിട്ട് അതുവരെ നിന്നോളൂ. ഫലമ്മാ ഹസമൽ മുസ്ലിമൂനൽ മുശ്രിക്കീന, മുസ്ലിമീങ്ങൾ മുശ്രിക്കീങ്ങളെ തോറ്റോടിപ്പിച്ച്,
കാല അസ്ഹാബ് അബ്ദുല്ലാഹി ബിൻ ജുബൈറിന്റെ മക്കളുള്ള 50 ആളുണ്ടല്ലോ, അവര് പറഞ്ഞു അൽ ഗനീമ, ഇനി ഗനീമത്ത് കിട്ടിയില്ലേ? അപ്പൊ തങ്ങൾ നേരത്തെ പറഞ്ഞ വാക്ക് മറന്നുപോയി. അസ്ഹാബിമാർ ബോധപൂർവം ചെയ്തു എന്നല്ല ഇതിന്റെ അർത്ഥം, അവർ അതിൽ കുറ്റക്കാരുമല്ല. ഒന്നിക്കൽ മറവി അല്ലെങ്കിൽ ഇജ്തിഹാദിലുള്ള വ്യത്യാസം. ലഹറ അസ്ഹാബുക്കും, നമ്മൾ അസ്ഹാബിമാർ വിജയിച്ചിട്ടുണ്ട്. ഇതിനാ കാത്തിക്കുന്നത്. മാത്രമല്ല അസ്ഹാബിമാർ ഉപയോഗിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുണ്ടാകുന്ന ആ കാര്യങ്ങൾ, നേട്ടങ്ങളും കോട്ടങ്ങളും പരീക്ഷണത്തിന് നമ്മക്ക് പഠിപ്പിച്ചു തരാണ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന അനുഭവത്തിൽ കാണൂലല്ലോ. മുഖാലഫത്ത് വന്നാൽ ഇന്നതാ സംഭവിക്കാന്ന്. അപ്പോൾ അവർ ബോധപൂർവം കുറ്റക്കാരേ അല്ല, റളിയല്ലാഹു അൻഹും. അവർ തങ്ങളുടെ അസ്ഹാബിമാരാണ്. അല്ലാഹ് എന്നെ ചോദ്യം ചെയ്തിട്ടുമില്ല. ഫഖാല ലഹും, അബ്ദുല്ലാഹി എന്ന് പറഞ്ഞ നേതാവ് എന്താ പറഞ്ഞ്, അനസീതും മാ ഖാല ലക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ പറഞ്ഞത് നിങ്ങൾ മറന്നുപോയോ? അവൻ നേതാവ് പറയും പോലെ കേൾക്കണം. നേതാവ് ബാക്കികളെ പറയും പോലെ കേൾക്കാത്തതുകൊണ്ട് പണ്ട് തളിപ്പറമ്പിൽ വെറും കല്ലും വന്നിട്ട് കേസും ക്രിമിനൽ കേസും വന്നിട്ടു ഉണ്ടല്ലോ. നിങ്ങൾ ഏറ്റവും നമുക്ക് നേതാവ് വന്നില്ല, നിങ്ങൾ ഏറ്റവും നിൽക്കുന്നില്ല എന്നോട് കഴിഞ്ഞത് 12 വർഷം മുത്തക്കബിലും ജമ്പാറിനും മറുപടി പറഞ്ഞു ഓരോ പോയിന്റിലും. പിന്നെ ഒരു ബാറോല പണ്ടാച്ചടിച്ച് വെച്ചൊരു ബാറോല ഇറക്കും. ഇനി മറുപടി വെക്കണം. നമ്മൾ മറുപടി ചോദ്യത്തിന് മുമ്പേ കഴിഞ്ഞു പോയി, ഇനി വെക്കണ്ട. എന്താ തോറ്റോടനെ, എന്താ ഒരു ഒളിച്ചു കളി, ഞങ്ങൾ വെക്കൂ. വെച്ചപ്പോൾ അന്ന് തന്നെ എന്താക്കിയെന്നറിയോ, അവിടെ അടുത്ത് ജില്ല റോഡൊന്നൊക്കെ ഉണ്ടാക്കിയ ജില്ലക്ക് വലിയ കുട്ടക്കല്ലുണ്ട്, നേരെ ജനറേറ്ററിന് ബാലങ്ങ് വലിച്ചിട്ട് ഇരുട്ടാക്കിയാൽ നേരെ കുറേ ആൾ ആസ്പത്രിയിലായി, കുറേ ആൾ ഇങ്ങനെയായി കേസായി. അപ്പോൾ ഒരു കുട്ടർ പറഞ്ഞ് വെക്കണ്ടെന്ന് പറഞ്ഞ് വെച്ചതിന് ഞാനാന്ന് അറിയാൻ പറഞ്ഞ ആളയച്ചു. ഒരു കൂട്ടർ പറഞ്ഞ മുജാഹിദാണ്, വേറെ കൂട്ടർ പറഞ്ഞത് അബലീഗാർ പറഞ്ഞ് ഞങ്ങൾ ചെയ്തിട്ടില്ല, നമ്മൾ അങ്ങനെ ചെയ്യുന്ന പരിപാടി നമുക്കില്ല, അങ്ങനെ അക്രമ സ്വഭാവം നമുക്കില്ല. മറ്റവർ അതൊന്നും പറഞ്ഞിട്ടില്ല. സിയാറത്തിന് ഉള്ളാളത്ത് പോയപ്പോൾ തങ്ങളെ എണ്ണക്കളൊക്കെ എത്തിക്കറിയില്ല. എന്തിനാടാ ആളെ ക്ഷണിച്ചോണ്ട് പോയി തീറും തല്ലും കൊള്ളിക്കില്ല. ഞാൻ തങ്ങൾ ഞാൻ ഉത്തരവാദിയല്ല. ഇങ്ങനെ മത്സരിക്കുന്ന മഗ്‌രിബിലേക്ക് നോക്കിയിട്ടാണ് ഇപ്രാവശ്യം പരിപാടി വെക്കണ്ടെന്ന് നേതാവ് പറഞ്ഞു കൊടുത്തത്. നേതാവിനെ ഒഴിവാക്കിയിട്ട് നോട്ടീസിന് മുമ്പേലും പേര് കൊടുക്കാതെ കൊണ്ട് പരിപാടി എങ്ങനെ വെച്ച് 5 ദിവസത്തെ പരിപാടി തീരുമാനിച്ച് 1-ാമത്തെ ദിവസം തന്നെ ഖലാസായി. അപ്പൊ ഇങ്ങനത്തെ വണ്ടി ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല. ഇങ്ങനത്തെ ഒന്നിനും കൂടാത്തതെന്ന് വെച്ചാൽ കൂടേൻ്റെ എല്ലാം പട്ടിക നിർത്താനുണ്ടാകും കൂടെ. അങ്ങനെ തന്നെ കുറെ എനിക്ക് അൽബേക്കുണ്ട്. നമ്മൾ സംരക്ഷണം കൊടുക്കാത്തത് കൊണ്ടാണ്, പ്രൊട്ടക്ഷൻ ആക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ അലസിപ്പിരിഞ്ഞത്. ഞാൻ ഉത്തരവാദിയല്ല. അപ്പൊ തന്നെ അബ്ദുല്ലാഹി ബിൻ ജുബൈർ എന്താ പറഞ്ഞത്, അനസീതും മാ ഖാല ലക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ പറഞ്ഞത് മറന്നോ? ഫഖാലു, അണികൾ പറഞ്ഞ എന്താ, ഇന്നാ വല്ലാഹി ലനഅതിയന്നാ ഫലനുസീബന്ന മിനൽ ഗനീമ, നമ്മൾ അവിടത്തേക്ക് ഇറങ്ങി ചെല്ലും, എന്നിട്ട് ഗനീമത്ത് സമ്പാദിക്കുകയും ചെയ്യും. ഗനീമത്ത് കിട്ടാണ്ട് പോകുന്നില്ലല്ലോ, അത് കൃത്യമായിട്ട് ഓഹരി വെച്ച് കൊടുക്കും. നോക്കുമ്പോൾ ഇവിടെ ആളെ ഇനിന്ത് കണ്ട്, فإذا بالمشركين يأتون من الثغرة وراء المسلمين, മുസ്ലിമീങ്ങളെ പിന്നാലെ ആ ഒഴിഞ്ഞ മല ഉണ്ടല്ലോ, അങ്ങന്നാണ് അബൂ സുഫിയാൻ നോക്കിയത്. ഇവിടെ ആളെ കഴിഞ്ഞിട്ടുണ്ട് തിരിഞ്ഞോട്ടത്തിൽ. അല്ലത്തി കാലത്ത് മഹമിയ്യത്തൻ ബിർറുമാത്ത്, റുമാത്തിനെ കൊണ്ട് ആദ്യം സംരക്ഷണം നൽകപ്പെട്ട സ്ഥലമാണ്. അതുകൊണ്ട് എന്തായി, ഒഴിഞ്ഞ്. വഹമലു അലൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ മേലെന്താക്കി അവർ ചാടി വീണ്. ഫൻഹസമ കസീറും മിൻഹും, അസ്ഹാബിമാർക്ക് എന്താക്കി, കസീറിനും കുറച്ച് പരാജയം സംഭവിച്ചു. എന്താണിത്, വകാന ദാലിക ബിസബബി മുഖാലഫത്തി അംരിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങൾ അംറിന്റെ ഒരു മുഖാലഫത്തിനെ ഭവിഷ്യത്തെപ്പറ്റി കണ്ടത്. അതും ബോധപൂർവ്വം ഉള്ളതല്ല, ഒന്നിക്കൽ മറന്നിട്ട്, അല്ലെങ്കിലോ ഇജ്തിഹാദ്. അപ്പൊ ബാക്കിന്റെ നെസ്സുമ തന്നെ നിൽക്കണം.
ഇനി വഖദ് തഖദ്ദമ ഫീ ബഹ്സ് അർജഹിയ്യത്തി അഖ്ലിഹി ശരീഫ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഖല് എത്രമാത്രം മുന്തിയ അഖലാണ് എന്നതിൻ്റെ തെളിവ് അൻവാഉം മിനൽ വുജൂഹി ദാല്ലത്തി അലാ സദാദി നളിരിഹി തങ്ങളുടെ ചിന്തയുടെ ആ സദാദുണ്ടല്ലോ അത് ഹക്കിനോടൊക്കുന്നത് അതുമല്ല അറിയിക്കുന്ന ഒരുപാട് കാര്യം മുമ്പ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അത് പ്രത്യേക സംഭവങ്ങളായാലും ആമായ സംഭവങ്ങളായാലും ശത്രുക്കളോടുള്ള മവാഖിഫിലായാലും അതുപോലെ യുദ്ധങ്ങളിലും മറ്റും എല്ലാത്തിലും. ഇനി وقد ذهب الجمهور من العلماء والمحققين رضي الله عنهم إلى أن النبي صلى الله عليه وسلم معصوم عن الخطأ ഖതഇനെ തൊട്ട് മാസൂമാണ്, ദോഷങ്ങളെ തൊട്ട് മാത്രമല്ല. അതുകൊണ്ടാണ് ബിഇസ്മത്തില്ലാഹി തആല ലഹു തങ്ങൾക്ക് അല്ലാഹു തആല ഇസ്മത്ത് കൊടുത്തിട്ടുണ്ട്. വസ്തദല്ലു അലാ ദാലിക അതിന് വേണ്ടി അവർ തെളിവ് അവതരിപ്പിച്ച ബിബുജൂഹിൻ ഒരുപാട് വജുകൾ മിനൽ അദില്ലത്തിൽ മുഫസ്സലത്തി ഫി മുതവ്വലാത്തി കുതുബി തഫ്സീർ വ ഉസൂലുൽ ഫിഖ്ഹി ഉസൂലുൽ ഫിഖ്ഹിലും തഫ്സീറിന്റെ കിതാബുകളിലും നീട്ടി വലിച്ചിട്ട് പരത്തി പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞാൽ ഇത് ഈ കിതാബൊന്നും മതിയാവൂല. ഖാലു എന്നിട്ട് അവരെന്താ പറയും, ജംഹൂറും ഉലമാഉം മുഹഖഖീങ്ങളും വഇന്ന നിസ്ബത്തൽ ഖതഇ ഇലൈഹി ഫീ അംരിൻ മാ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിലെങ്കിലും ഖതഇനെ തങ്ങളെ കൊണ്ട് ചേർത്താൽ തഹ്താജു ഇലാ ദലീൽ യുസ്ബിൽ ദാലിക അത് സുബൂത്താക്കുന്ന ദലീൽ അവർ കൊണ്ടുവരേണ്ടിയിരുന്നു. ഖതഇ ഇല്ല നമ്മൾ ദലീൽ ഇതാകാനുള്ള കിതാബുകളിൽ പറയുമ്പോൾ ഉണ്ട് എന്നുള്ള തെളിയാൻ വേണ്ടത്. അതിനെന്താക്കും ചുരുക്കം ചില ഹദീസിന്റെ തുണ്ടെടുത്തിട്ട് പറയും. ഇത് മൂപ്പറ പാർട്ടിനെ പറയാതെ കണ്ട് ഇങ്ങനെ വെടിവെക്കുന്നില്ല. അതെല്ലാം നുള്ളിപ്പറക്കിയിട്ടാണ് മുത്തക്കബ്ബിറും ജബ്ബാറും എന്താക്കുന്നത്, തങ്ങളെ ദീനെ പൊളിക്കാൻ നിൽക്കുന്നു. മനസ്സിലാകുന്നുണ്ടാ? അത് സുബൂത്താക്കും ദലീൽ കൊണ്ടുവന്നാൽ മതി. വലം യരിദ് നസ്സുൻ ഒരു നസ്സും വന്നിട്ടില്ല മിൻ ആയത്തിലാവട്ടെ ഔ ഹദീസിലാവട്ടെ തുസ്ബിതു തഖ്തിഅതഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിഴവുണ്ട് എന്ന് സുബൂത്താക്കുന്ന ഒരു നസ്സോ ആയത്തോ ഫി അംരിൻ മിനൽ ഉമൂർ ഒരു കാര്യത്തിലും വന്നിട്ടില്ല. പിന്നെന്താക്കും, ആയത്തിനെ തുണ്ടം പിടിച്ചിട്ട് വളച്ച് തിരിച്ചിട്ട് കൊണ്ടുവരും. അതിന് അവര് അവലും ആഖിറലും മുറിച്ചു മാറ്റി. അങ്ങനെ ഫിഖിലുണ്ടല്ലോ. എന്നാണ് ഒന്ന് കണ്ട് ഖുർആൻ ഓതാൻ വേണ്ടി ഖബറുമലയിൽ നിൽക്കലും ഒരുമിച്ച് ഓടലും വിദഅത്തും മുങ്കറത്താണ് എന്ന് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞതായിട്ട് നിൽക്കല്. ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞോ? അല്ല, ഇപ്പൊ ഇബ്നു ഹജറായി തമ്മി അത് പറയോ? നമുക്ക് ആദ്യം ഓർന്ന് മനസ്സിലാക്കി. ഞാൻ സാലയും കൂടെ കിതാബ് എഴുതി നോക്കുമ്പോ എന്താക്കി അറിയോ? വമാഖീല ആ മാഖീല മുബ്തദയുടെ കക്ഷി പറയപ്പെട്ട ഒന്നുണ്ട്. എന്താണ്? ഖബറിന്റെ മേൽ ഖുർആൻ ഓതല് ബിദ്അത്തും മുങ്കറത്താണ് എന്ന് കീലന്റെ മഖൂലാന്നത്. അത് പറയപ്പെട്ടത് മർദൂദുൻ ഇതിന്റെ ഖബറും കളഞ്ഞു. എന്നിട്ട് എന്താക്കി? മുബ്തദ ഖബർ രണ്ട് ചിറകും മുറിച്ചിട്ട് അതിന് മാത്രം നിങ്ങൾ പറഞ്ഞു അത് ബാത്തിലും മർദൂദുമാണെങ്കിൽ അപ്പുറം തെളിവ് പറയുന്നുണ്ട്. എന്തോന്ന്? ഈ മരങ്ങളുടെയും ചെടികളെയും തസ്ബീഹ് കൊണ്ടുണ്ടാക്കുന്നുണ്ട്. അത് അവാച്യമായ തസ്ബീഹ് ഉറക്കുണ്ടല്ലോ. ആ തസ്ബീഹ് കണ്ട് മയ്യിത്തിന് തഖ്ഫീഫ് കിട്ടുമെങ്കിൽ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ആ കലാമായ തിലാവത്തുൽ ഖുർആന് ഒരു മുഅ്മിനായ മനുഷ്യൻ അതുകൊണ്ട് ഫലം കിട്ടണമെന്നുള്ള ഖസ്ദോട് കൂടി ഓതിയാൽ ഔല കൊണ്ടും കിട്ടുന്നതാണ് എന്ന് അത് അറിവുകൊണ്ടിരിക്കും. ഇത് അപ്പുറം ഇപ്പുറം മുറിച്ച് മാറ്റിയിട്ടുണ്ടാക്കി കള്ളത്തരം പറയാം. സംഗതി സഹാബത്തിന്റെ വാക്കിൽ കൂടിയും വന്നിട്ടില്ല നിസ്ബത്തുൽ ഖതഇ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ലാം. ഓറല്ലേ കണ്ടിരിക്കുന്നത്, കണ്ടോറ് പറയുന്നത് അവിടെ ഖത കയറ്റിപ്പോയി ആരും പറഞ്ഞിട്ടില്ല. ഇനി ഇവനിക്ക് കിടന്ന് കിട്ടി ഉണ്ടോ? وذهب جماعة من العلماء إلى أنه يجوز الخطأ عليه صلى الله عليه وسلم دون أن يقر عليه. ഖതഅ വരാം, പക്ഷെ അതിൻ്റെ മേൽ സ്ഥിരപ്പെടുത്തൂല എന്നേ ഉള്ളൂ എന്നെന്താ ഒരു ജമാഅത്ത് പറഞ്ഞു. ഇത് ഈ ജമാഅത്ത്
വെറും മൊലന്മാർ തന്നെയാണല്ലോ, പഠിച്ച കൂട്ടരല്ലേ, അണ്ട അത് മാത്രം എടുക്കണ്ട. എന്തിനാ നീ തംബീഹിൽ വഹയി ഇയ്യാഹു, വഹയി വന്നിട്ട് എന്താക്കുമ്പോലോ അത് തിരുത്തി എന്നാണ് ഇവർ പറഞ്ഞത്. അതിന് ഓർ പറയുന്നത് എന്താണ്? വസ്തദല്ലു അലാ ദാലിക, അതിന് തെളിവുണ്ടായിരുന്നത് ബിഖിസ്സത്തി അസ്റാ ബദർ. ഒന്ന്, ബദറിലെ 70 ആളാ തടവിലാക്കിയില്ലേ, അവരുടെ കാര്യം. 2, ഖിസ്സത്ത് തഹ്ബീർ നഖൽ, ഈത്തപ്പനക്കുണ്ട് ആൺകൊലയും പെൺകൊലയും ചേർത്തിട്ട് ഒരു ഒട്ടിക്കലുണ്ട്. അത് പറയാനൊക്കെ ചിലപ്പം പരിചയമുണ്ടാവും. ഇവിടെ തെങ്ങിനങ്ങനെ ചെയ്യാറില്ല, ഈത്തപ്പന്റെ സ്വഭാവമാണ്. 2, റബ്ബമാ ഔറദു ഖിസ്സത നുസൂലിഹി ബദർ സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ബദർ ഫീ മകാനിൻ തുമ്മ തഹബ്ബലഹു അൻഹു. ബദർ യുദ്ധത്തിൽ ഒരു സ്ഥലത്ത് ഇറങ്ങിയില്ലേ, ഇറങ്ങിയിട്ട് അവിടുന്ന് പിന്നെ മാറി. അപ്പൊ ആദ്യം ഇറങ്ങിയല്ലോ, രണ്ടാമത് ഇറങ്ങിയത്, അപ്പൊ തെറ്റിയില്ലേ, പിടുത്തം കണ്ട. അമലം ബിറഅയിൽ ഹുബാബ് ഇബ്നുൽ മുൻസിറാണ് റളിയല്ലാഹു അൻഹു ആ അഭിപ്രായം പറഞ്ഞത്. അപ്പൊ അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് മാറ്റിയില്ലേ. എന്നാൽ വലാകിൻ ലദത് തഹ്ഖീഖി വ തസ്ദീദ് അൻ-നളർ, ചിന്ത നല്ല ചൊവ്വായി ചിന്തിച്ച് തഹ്ഖീഖാക്കിയാൽ യത്തദിഹു അന്നഹു ലൈസ ലിൽ ഇസ്തിദ്ലാൽ ബിദാലിക. എത്ര സംഭവങ്ങൾ? ഒന്ന് ഖിസ്സത്ത് അസ്റ, മറ്റൊന്ന് തഹ്ബീറുൻ നഖല്, അതുപോലെ തന്നെ മറ്റേ ബദറിൽ സ്ഥലം മാറിയത്. ബിദാലിക അലാ മാ ഖാലൂഹു, അതിൽ അവർ പറഞ്ഞ വാദത്തിന്റെ മേൽ തെളിവ് പിടിക്കാൻ മിൻ അസരിൻ, ഒരു തരത്തിലുള്ള അസ്റ അതിലില്ല. ബൽ ഇന്ന സവാബ ഹുവ ഫീമാ ഫഅലഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ചെയ്തതിലാണ് സവാബുള്ളത് എന്ന് മനസ്സിലാക്കുക. പിന്നെ വഫീമാ ഖാലഹു, തങ്ങൾ പറഞ്ഞതിലും ഖാത്തിഅൻ നിസ്സംശയം. വഇന്നഹു ലം യുഖ്തി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജമീഇ ദാലിക, ആകെ ഉദ്ധരിച്ചത് 3 അതിന്റെ മറുപടി മുമ്പ് തീർത്തങ്ങോട്ട് പറയും. ബയാനു ദാലിക, അതാണ് ഖിസ്സത്തു അസ്റാ ബദർ. എന്താക്കണം, നമുക്കിതിന്റെ പശ്ചാത്തലം ആദ്യം പഠിക്കാഞ്ഞാൽ സംഭവം ഒന്നും മനസ്സിലാവില്ല. പണ്ട് പറയില്ലേ, ഇതൊന്ന് കഥയറിയാതെ ആട്ടം കാണൽ, എന്താണ് പറയുന്നത്? ബദർ യുദ്ധത്തിലെ തടവുകാര വിഷയത്തിലുള്ള ആ ആദ്യത്തെ സംഭവം മനസ്സിലാക്കാതെ കണ്ടില്ല അർത്ഥം വെച്ചാൽ മൂപ്പറ റദ്ദും മറുപടി പറയുന്ന ഒന്നും തിരിയില്ല. പിന്നെ തിരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്താ, അടിച്ചു വിട്ടിട്ട് എന്നാക്കിയാൽ ഈ തിരിയലായിട്ടില്ല, തിരിഞ്ഞിട്ടില്ല എന്നതിനെ വേന എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു. അപ്പൊ എന്നുള്ള ശബ്ദത്തിലുണ്ടാവും തിരിഞ്ഞും തിരിഞ്ഞാത്തതിന് ജോലി. ഈ കുടുക്ക പറ്റി ഇങ്ങനെ കൊട്ടിയാൽ ഇതിന് കീറുണ്ടോ ഇല്ലയോ എന്നുണ്ടാക്കാം, കൊട്ടില് മനസ്സിലാക്കാം. അതെ, തലയാട്ടിൽ മനസ്സിലാവും. തലയാട്ടില്ലാന്ന് ഒന്നും തിരിഞ്ഞിട്ടില്ല എന്നുള്ളതിന് പരിഹാസാത്ത തലയാട്ടുന്നു. അതുകൊണ്ട് എന്താക്കുക, അത് നമുക്ക് തഫ്സീറും കൂടി വെച്ചിട്ട് നോക്കണം. അതിന് രണ്ടാമത്തെ കിസ്സ അല്ലേ തഹ്ബീറുൻ നഖല്, അത് വേഗം മനസ്സിലാക്കാം. അത് കുറേ നീട്ടിയിട്ടുണ്ട്, ഇത്രയുണ്ട്. അതാണ് നമുക്ക് കുറച്ച് തത്തിപ്പ് മാറ്റല്, അതിൻ്റെ ആവശ്യം കൊണ്ട് തന്നെ 392 എടുക്കും. അതുകൊണ്ട് അതിനെ ഉപേക്ഷിച്ചു എന്നല്ല അർത്ഥം. ചിലത് ഉപേക്ഷിക്കുന്നത് എന്താകും, അതിന് അവിടെ ചിലർക്ക് പറയാൻ പാടില്ലാത്ത രംഗങ്ങൾ വരുന്നോണ്ടാണ്. പണ്ട് ഞാൻ ഓർമ്മയുണ്ട്, പയ്യൻ്റെ ഒന്ന് ഹിക്കമ്മ് 2 പേജ് മറിച്ചെങ്കിൽ ഇപ്പം പറയലുണ്ടല്ല. അതുപോലെ തന്നെ ചർച്ച വന്ന് അവിടെ ആരും തിരിയാത്ത പൊള്ളന്മാരുള്ളത്, പൊള്ളന്മാരോട് ഇതുകൊണ്ട് എന്താ കാര്യം? (392) കണ്ട അവിടെ എന്താ ഉള്ളത്? അസ്ഹാബിമാര് റളിയല്ലാഹു അൻഹും ഈത്തപ്പനെ പണിയെടുക്കുമ്പോൾ ആങ്കൊലിയും പങ്കൊലിയും ചേർത്തിട്ട് പേക്കുന്നുണ്ട്. എന്താന്ന് പറയാൻ എനിക്കത് ശരിയായ പണി ഇങ്ങനെ ഞാൻ നമ്മൾ കണ്ടില്ല. ഇത് കിട്ടല്ലേ? അതെ, അതൊരു പ്രത്യേക പണിയാണ്. അല്ല, ഇവിടെ തെങ്ങിലൊന്നും ഇല്ലല്ല. അതെ, അമ്പാടി ചുരുക്കത്തിൽ ആങ്കൊലി, അതാ തഹ്ബീർ എന്ന് പറഞ്ഞ സാധനം. ഇവിടെ അസ്ഹാബിമാർ ആക്കുന്ന കണ്ടപ്പോ ഇതെന്തിനിങ്ങനെ ആക്കുന്നതെന്ന് ചോദിച്ചു. തങ്ങൾക്കെന്ന് ഈത്തപ്പനെ പറ്റി, മദീനത്തുനിന്ന് ഈത്തപ്പനെ പറ്റി അറിയിച്ച, ഈത്തപ്പനെ കണ്ടിട്ടില്ലാത്ത നമുക്കറിയുന്നുണ്ടല്ലോ. 10 കൊല്ലം മദീനയിൽ താമസിച്ച് ഈത്തപ്പനെ കാണാത്ത ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഞാൻ പറഞ്ഞ് അത് കുറച്ച് കായ് മേനി കിട്ടുന്നല്ല ഇങ്ങനെ ആക്കിയാൽ ആക്കിയിട്ടല്ലേ മേനി കിട്ടണ്ടായി പോവോന്ന് ചോദിച്ചു. എന്താ സംഭവം? അങ്ങനെ ആക്കിയിട്ടല്ലെങ്കിൽ മേനി കിട്ടണ്ടായി പോവോ? അപ്പൊ അസ്ഹാബിമാർ ഫഹ്മ് ചെയ്തതിന് മേലാൽ ആക്കണ്ട എന്നാണ് അതിന്റെ അർത്ഥം. അക്കല്ല എന്താക്കും ഒഴിവാക്കിയപ്പോ അത് വേണ്ട പോലെ ആയില്ല. നബി തങ്ങൾ ആക്കണ്ടെന്ന്, തങ്ങൾ ഉണ്ടാക്കണ്ടെന്ന്. ഇത് ഞാൻ അപ്പൊ എന്താവുന്നറിയോ? ഇങ്ങനെ ആക്കൽ ആദ്യം പഠിച്ചു വെക്കേണ്ട കാര്യം, അല്ലാഹു തആലാന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞത് അസ്ബാബുമായി ബന്ധപ്പെട്ടിട്ട് ആലമുൽ ഹിക്മത്തിൽ നിന്നെടുത്തു. അപ്പൊ എന്താക്കണം? ആലമുൽ ഹിക്മത്ത് ചെയ്യേണ്ടല്ല ചെയ്യണം. അത് അല്ലാഹ് അംഗീകരിച്ചത്. ആലമുൽ ഖുദ്റത്തിലേക്ക് നോക്കുമ്പോൾ ഈ മണ്ണാങ്കട്ടകളൊന്നും വേണ്ട അല്ലേ? അപ്പൊ ഒരു രോഗിനെ ആശുപത്രി കൊണ്ടുപോകുന്നു. നേരത്തെ കൊണ്ടുപോകുന്നു, എനിക്ക് സുഖമില്ല, നേരത്തെ കൊണ്ടുപോകുന്നു. ആശുപത്രി പോയില്ലേ വ്യക്തം മാറൂലേ? നേരത്തെ ആശുപത്രി പോണ്ടെന്നാ? ആശുപത്രി പോയാലേ വ്യക്തം മാറൂ എന്ന അസ്ബാബിന്റെ മോൾ ഏത്തിക്കാതും വന്ന കൂട്ടർ എന്താകണം? അവിടുന്ന് പറിച്ചു മാറ്റണം. ഇതൊരു സബബ് മാത്രമാണ്, അതിന് തഹ്സീറില്ല. അള്ളാന്റെ ഖുദ്റത്ത് കൊണ്ടും റഹ്മത്ത് കൊണ്ടും എന്താകും മരുന്നില്ലാതെ മാറ്റാൻ കഴിയുമെന്നും കൂടി മനസ്സിലാക്കി കൊടുക്കണം. എന്തെങ്കിലും തിരിഞ്ഞാമോ? ഇവിടെയാണ് ഇത് സൂഫിയാക്കൾ പറഞ്ഞത് അസ്ബാബിന്റെ ഹുക്മ് വേറെയാണ്, തജ്രീദിന്റെ ഹുക്മ് വേറെയാണ്. അള്ളാഹുവിന്റെ ഖുദ്റത്ത് രണ്ടിലും വാസിയാണ്. എന്താണ് അത്? ഇക്കാലത്തല്ലേ? ഇക്കാലത്ത് ആ ഹിക്മ ഓതിയാക്കിയതൊന്നും പ്രശ്നമില്ല. അതുമാരെ ടച്ച് ഇല്ലാതെ കണ്ടുണ്ടാക്കുന്ന ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട് സ്വയം പെണ്ണെടുത്തിന് പരിഭാഷയും കൂടി ചെയ്യാൻ കഴിഞ്ഞാല് എനിക്ക് തിരിയൂല. അല്ലാതെ ഈ പറയുന്ന ആളെ ഷുഹൂദത്തിന്റെ ഉള്ള ഉണ്ടാകല് അള്ളാഹുവിന്റെ ഖുദ്റത്തിന്റെ ഷുഹൂദുമിൽ നടക്കുമ്പോൾ ഖുദ്റത്ത് ആലമുൽ ഹിക്മത്തിലും ആലമുൽ ഖുദ്റത്തിലും തുല്യമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നതാണല്ലോ. ഖുദ്റത്തിനെ പറ്റി പഠിച്ചിട്ടില്ല. അപ്പൊ ഹിക്മത്ത് നടത്തിയാലേ നടക്കുള്ളൂ എന്ന് തോന്നി. അപ്പോൾ ഈ ഇതിന്റെ മുകളിൽ തന്നെ ശ്രദ്ധ വന്നിട്ട് ഹിക്മത്തുമ്മ തന്നെ നിന്ന് അസ്ബാബുമ്മ തന്നെ ഏറ്റുമാതി ചെയ്യുന്ന ആളെ പിന്തിരിപ്പിക്കാനുള്ള ഒരു വാക്കാണ് ഇത്. അതുകൊണ്ട് ഈ സംഗതി ചെയ്യണ്ട. ഹിക്മത്തിൽ നിൽക്കുന്ന ആൾ ചെയ്തേ പറ്റൂ. ഹിക്മത്ത് മനസ്സിലാക്കിയ എന്താ ഹിക്മത്ത്? യുക്തിവാദം എന്ന് അർത്ഥം വെക്കരുത്. എന്താ ഇതല്ലേ പഠിച്ചോന് അതാലിമാ പറഞ്ഞില്ല, ഓരോ വാക്കിനും വ്യതിയാനം വന്നിട്ട് പറഞ്ഞിട്ട് അലപ്പിലാന്തെടുത്ത് പോകുന്നു. ഈ ലോകത്ത് അല്ലാഹു തആല കുറേ സാധനം പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈ സാധനം ഒറ്റപ്പെട്ടുകൊണ്ടല്ല പഠിക്കുന്നത്. എല്ലാത്തിനും പരസ്പരം ഇന്റർ കണക്ഷൻ വെച്ചിട്ട് ഇങ്ങനെ കൂട്ടിച്ചേർത്തിട്ട് ഇങ്ങനെ വെരിഞ്ഞ് കിട്ടിയിട്ടല്ല. സബബ് മുസബബാക്കിയിട്ട് വെരിഞ്ഞ് കിട്ടിയത്. എന്നിട്ട് ഒരു ഏകത്തുണ്ട്, അതിന് ഒരു വഹദത്ത്. അപ്പൊ ഈ അസ്ബാബിൽ തഹ്സീർ ചെയ്യുന്നത് അല്ല തന്നെയാണ്. അസ്ബാബ് പരസ്പരം തഹ്സീറില്ല. ചിലപ്പോ ആലമുൽ ഖുദ്റത്തിൽ എന്താണ് ഈ അസ്ബാബിലോ അല്ലെങ്കിൽ ജോലി ഞാൻ ചോദിച്ചു, ആലമുൽ ഖുദ്റത്തിലാണ് കേങ്ങിനെ വെള്ളത്തിൽ വെള്ളം ഒഴുകണം. ഒറ്റക്കൊല്ലുകൊണ്ട് അങ്ങനെ എന്തെല്ലാം. അപ്പൊ കറാമത്തും മുഅ്ജിസാത്തും ആലമുൽ ഹിക്മത്തിന് തൊട്ട് പുറത്താണ്. അതിനെന്ത് കാരണം ചോദിച്ചാൽ കിട്ടൂല. അത് കറാമത്തും മുഅ്ജിസത്തെ പെടുള്ളൂ. ഇപ്പം കാട്ടുന്ന മായാജാലങ്ങളൊന്നും അതിൽ പെടൂല. അത് വെറും കങ്കട്ടാക്കി നമ്മളതിന്റെ ഹഖീഖത്ത് കണ്ടെത്തൽ തൊട്ട് ഹിജാബ് ഇട്ടിട്ട് അവർ മറന്നു പ്രവർത്തിക്കുകയാണ്. പിന്നെ പോയിന്റ് മനസ്സിലായ? അപ്പൊ തങ്ങളത് ഈ തഹ്ബീർ, അതിനെ തഹ്ബീർ എന്ന് പറയില്ലേ, ആ തഹ്ബീർ വേണ്ട എന്നല്ല തങ്ങൾ പറഞ്ഞത്. തഹ്ബീറുമ്മ തന്നെ ഏറ്റുമാത് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയാലേ ഉണ്ടാവൂ എന്ന ഏറ്റുകാത് പാടില്ലല്ലോ. അസ്ബാബിന്റെ ഹുക്കം എന്താ? നമ്മ പണ്ടേ 10-15 തവണയായിട്ടും പറഞ്ഞല്ല ഹിക്മിലി. ഏറ്റുകാതും പറ്റൂല, ഏറ്റുമാതും പറ്റൂല, ഇസ്തിനാദും പറ്റൂല. അതുകൊണ്ട് ഒഴിക്കണം എന്ന് വരൂലല്ലോ. രോഗം വന്നാൽ മരുന്ന് കുടിക്കണം. പക്ഷെ മരുന്നാണ് രോഗം മാറ്റുന്നത് എന്ന് ഏറ്റിക്കാത് പാടില്ല. മരുന്നില്ലെങ്കിൽ ആകെ ഞാൻ അതിനെ കൊണ്ട് വേറെ രോഗം മരുന്നില്ലാത്തത് കൊണ്ട് അപ്പൊ എന്തായി? ഏറ്റിമാത് വന്നു. ആ മരുന്നാണ് എന്റെ വ്യക്തം മാറ്റുന്ന വാക്കാലും പറയാനും പാടില്ല. പണ്ട് കൊടല്ലൂരെ തങ്ങൾ ലേഹ്യം പറഞ്ഞത് എനിക്ക് ഭയങ്കരമായ കുര വന്നിട്ട്
ഇങ്ങനെ വാങ്ങി ഒന്നാം തൊപ്പി കൊണ്ടുകൂടി മതി. അടുത്ത പോക്കിന് മൂപ്പരോട് പറഞ്ഞു, അന്ന് നിങ്ങളുണ്ടോയെന്ന് അറിയില്ല, തങ്ങളുടെ പറഞ്ഞ ലേഹം തന്നിട്ട് വെറ്റം മതി. എന്താ അബ്ദുൽ പറഞ്ഞു പറഞ്ഞ വാക്ക്? ഞാൻ പറഞ്ഞ ലേഹം തന്നിട്ട് വെറ്റം മതി, മിണ്ടാൻ പാടില്ല. അല്ലാഹു തആല മാറ്റിയെന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. തൗബീന്റെ മനസ്സിലായില്ലേ? നോക്കാം. فقد ورد في صحيح المسلم والمسند عن انس رضي الله عنه ان النبي صلى الله عليه وسلم مر بقوم ഒരു ഖൗമിന്റെ അടുക്കൽ കൂടി നടന്നുപോയി. യുലക്കിഹൂന നഖല, ഈത്തപ്പനയെ തൽഖീഹാക്കിയ, അതായത് ആങ്കൊലയും പങ്കലും ചേർത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ട്. فقال صلى الله عليه وسلم പറഞ്ഞു, ലൗ ലം തഫ്അലൂ ലസലഹ, ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും അത് നേരെയാകാൻ പോകും. അതുകൊണ്ട് മറ്റുള്ള ചെടികാർക്ക് നോക്കിയിട്ട് ഈത്തപ്പനക്കിൽ ഒട്ടിച്ചിട്ട് അവിടെ എല്ലാം വളർന്ന് വൃത്തിക്കാവ് നോക്കിയട്ടെ, വായ നോക്കിയട്ടെ, ചക്ക നോക്കിയ, മാങ്ങ നോക്കിയട്ടെ. അപ്പൊ അത് നോക്കുമ്പോൾ ചെടിയും മിനൽ ചെടി, അതാണ് ഏത്? ഈത്തപ്പന. അപ്പൊ ഈത്തപ്പനൊക്കെ ഒരു പ്രത്യേകത ഇത്. അപ്പൊ തങ്ങൾ എന്താ ഇവരോട് ചോദിക്കുന്നത്, നിങ്ങൾ ചെയ്യരുത് എന്നല്ല അതിന്റെ വേന. കാല അങ്ങനെ എന്താക്കി, ഫഹറജ ഷീസൻ, അതെന്താക്കി തരുമോ? ചപ്പായിട്ട് മറിച്ചു. അപ്പം എന്ന് വെച്ചാൽ അതിലില്ലാത്ത കണ്ട്. ഫമറ ബിഹിം സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ ഫഖാല മാനി നഖലിക്കും, ഈത്തപ്പനക്ക് എന്ത് പറ്റിപ്പോയി എന്ന് ചോദിച്ചു. കാലു കൊൽത്ത കഥാപക, തങ്ങളല്ലേ അത് ചെയ്യണ്ടെന്ന് പറഞ്ഞത്, അങ്ങനെ ചെയ്യണ്ടെന്ന് പറഞ്ഞാണ്. കാല അൻതും അഅലമു ബി അംരി ദുനിയാക്കും, ദുന്യാവിൻ്റെ കാര്യം കൊണ്ട് എന്നേക്കാൾ നിങ്ങൾക്ക് അറിവ് എന്നാന്ന് പറഞ്ഞാ പറയുന്നത്. അപ്പം ദുന്യാവ് തങ്ങൾക്കൊന്നും അറിയില്ല. അതന്നെ വേന. അതാ ഫമിൻ ഹാദൽ ഹദീസ്, ഈ ഹദീസ് കണ്ടിട്ട് ഫഹിമ ബഅദുന്നാസ് മനസ്സിലാക്കി എന്താ, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് യുഖ്തിഉ ഫി ഉമൂരി ദുനിയ, ദുന്യാവിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ പഴിച്ചത് പറയാറുണ്ട് അല്ലേ. എന്നിട്ടോ വറാഹ യഖൂലു, അവർ പറഞ്ഞു നടക്കുന്നുണ്ട്, അഖ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾക്ക് പിഴച്ചു, ഫീ കദാ, ഇന്ന വിഷയത്തിൽ, വഖ്ത ഫീ കദാ, ഇന്ന വിഷയത്തിൽ പിഴച്ചു എന്നുണ്ടാകും. ഓരോ സംഭവം ഇങ്ങനെ പറയാൻ തുടങ്ങും, കുറ്റം കെട്ട വാക്ക്. എന്നാ വലാകിനിൽ ഹഖ്ഖു അഹഖു അൻ യുത്തബഅ, ഹഖ് എന്താണോ അതാണ് നമ്മൾ പിൻപറ്റേണ്ടത്. وذلك أن أقواله صلى الله عليه وسلم وأفعاله صلى الله عليه وسلم يفسر بعضها بعضا, തങ്ങളെ കൗലാവട്ടെ ഫീലാവട്ടെ ഒന്നിനൊന്ന് തിരിയാൻ മറ്റൊരു കൗലോ ഫീലോ എന്താക്കും അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ടാവും. അത് രണ്ടും കൂടെ കൂട്ടി വായിക്കണം. എന്നിട്ടോ വയുഷ്ബിഹു ബഅദുഹാ ബഅദൻ, ചിലത് ചിലതിനോട് സാദൃശ്യമുണ്ടാകും. وأن الله تعالى حفظه من الخطأ عن الخطأ, ഖതഇനെ തൊട്ട് കാത്തിട്ടുണ്ടും എന്നും. എന്തിനെ തൊട്ട്? കമാ ഹഫിളഹു മിനൽ ഖതീഅത്ത്, ഖതീഅത്ത് ഏതാണ്? ദോഷപ്രവർത്തനങ്ങളിൽ ചെറുകുറ്റങ്ങൾ എന്നാ പറയുന്നത്. ദുനൂബ് ഖതായ, ആ ഖതീഅത്തിനെ തൊട്ട് കാത്തതുപോലെ ഖതഇനെ തൊട്ടും കാത്തിട്ടുണ്ട്. അതുകൊണ്ട് ഫനഖൂലു വബില്ലാഹി തൗഫീഖ്, പറയുന്നത് അവ്വലൻ, ഒന്നാമത് ഇന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് നശഅ ഫീ തിൽക്കൽ അറാദിൽ മുബാറകതി, ആ അനുഗ്രഹീതമായ ഭൂമിയിൽ തങ്ങൾ വളർന്നില്ലേ. എവിടെ? മദീനയിൽ. ഇനി മദീന മക്കത്ത് തന്നെ ആയിക്കോട്ടെ, മക്കത്ത് ഈത്തപ്പന തോട്ടമൊന്നും ഇല്ലെങ്കിലും അതിൻ്റെ സ്വഭാവം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ. നമ്മുടെ നാട്ടിൽ ഈത്തപ്പന തോട്ടയിലുണ്ട്. അപ്പം ഈത്തപ്പൻ്റെ സ്വഭാവം എന്താണെന്ന് നമുക്കറിയുന്നില്ലേ. 10 കൊല്ലം മദീന കഴിഞ്ഞുകൂടിയില്ലേ. അതാ അല്ലത്തി ഹിയ മനാബിത്തുൻ നഖീൽ, ഈത്തപ്പന ധാരാളമായി വളരുന്ന നാടാണ് എവിടെ? മദീന. വതറബ്ബ ബൈന ഖൗമിൻ യഅലമൂന ഫുനൂന സർഇൻ നഖീൽ, അതാദ്യത്തെ മുഖദ്ദിമ നോക്ക്. ഈത്തപ്പനകൾ ഏതെല്ലാം തരത്തിൽ കൃഷി ചെയ്യാറുണ്ട് എന്നുള്ളത് അറിയുന്ന ഖൗമിൻ്റെ ഇടയിലല്ലേ തങ്ങൾ ജീവിക്കുന്നു. ഈത്തപ്പനയുടെ പല ഇനങ്ങളുടെ ഈത്തപ്പനൻ്റെ നടലും പിടിക്കലും പറിക്കലും എല്ലാം അറിയുന്ന ആളിടയിലല്ലേ താമസിക്കുന്നത്. അപ്പൊ ഈത്തപ്പനക്ക് എന്തെല്ലാം കൊടുക്കണം, എന്തെല്ലാം വളം ചേർക്കണം, ഇനായത്ത് ചെയ്യണം, എപ്പം വെള്ളം കൂട്ടണം, ഇക്കാഹാത്ത്, അതുപോലെ ഇതിനെ ഒട്ടിക്കലും, ഇതെല്ലാം വേണ്ടതാണ് എന്ന് കാണുന്നില്ലേ.
വകൈഫ യുതസവ്വറു, അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ എങ്ങനെയാണ് തസവ്വുറാവുക ഫീ ഹഖ്ഖിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അൻ തഖ്ഫ അലൈഹി, ഈ പതിവ് എന്താണ് മറിഞ്ഞു കിടക്കാൻ. പൊട്ടിക്കുമ്പോഴല്ലേ ചോദിക്കുന്നത് എന്തിനാ ചെയ്യുന്നത്, അറിയാതെ ചോദിച്ചതാ. ഈ ഒട്ടിക്കുന്ന വിഷയത്തിൽ നിങ്ങളെ ഏറ്റിക്കാതെ എന്താണെന്ന് അറിയണം. തിൽക്കൽ ആദത്തൽ മുത്തരിദത ഫീ ഇൻതാജുൻ നഖീൽ, ഈത്തപ്പനയിൽ നിന്ന് അതിൻ്റെ ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വിഷയത്തിൽ പതിവായി ചെയ്തു വരുന്ന പ്രവർത്തനങ്ങൾ താങ്കൾക്ക് അറിഞ്ഞിട്ടില്ല എന്നെങ്ങനെ മനസ്സിലാക്കാൻ കഴിയുക? അതുപോലെ ഈത്തപ്പനക്ക് തൽഖീഹ് നടത്തണം അല്ലേ എന്നുള്ളതും അറിയാണ്ട് പോകുമോ? ഈത്തപ്പന കാണാത്ത ആളാ. എന്തിനാ തൽഖീഹ്? ബി മൂജബിൽ ഉസൂലി സറാഇയ, കൃഷിയുടെ ഉസൂലിന്റെ നിയമം അനുസരിച്ചിട്ട്. അല്ലാണ്ട് നിങ്ങൾ ആരും നോക്കാൻ ഈത്തപ്പന വളരും, കായ്ക്കുന്ന കായ്ക്കുകയും ചെയ്യും. നമ്മളിങ്ങനെ ആക്കിയാലേ അത് വളരുള്ളൂ എന്ന് കണക്കൊന്നുമില്ല. അത് സറാഅത്തിന്റെ ഉസൂലിന്റെ ഒരു തിയറിയാണത്. അപ്പൊ ഫീഹി അന്ന ദാലിക ലൈസ മിൻ ഖഫായാ മാലൂമാത്തി സറാഅത്തി ലിശജരിൻ നഖീൽ വലാ മിൻ ഖവാമിദിഹാ. ഈ തൽഖീഹ് മുതലായ പ്രവർത്തനങ്ങൾ കൃഷിയുടെ മാലൂമാത്തിൽ രഹസ്യമായ ഇൽമൊന്നും അല്ലത്. അതുപോലെ അതിൽ മറിഞ്ഞു കിടക്കുന്ന ഇൽമല്ല. ഇദൻ ലാ ബുദ്ദ വഅന്നഹു യഅലമു ദാലിക കമാ യഅലമൂൻ, മറ്റുള്ള ജനങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ തങ്ങൾക്കും അറിയിൽ തന്നെ ഉണ്ടാവുള്ളൂ. മനസ്സിലായപ്പോ? പക്ഷേ വലാകിൻ, പിന്നെന്തിനാണ് ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നേരെയാവൂലേ എന്ന് ചോദിച്ചത്? അറാദ അൻ യുദ്ഹിറ ലഹും അംറൻ ലാ യസ്തതിഊന നൈലഹു ബിഅൻഫുസിഹിം, അവർക്ക് സ്വന്തം കണ്ടെത്താൻ കഴിയാത്ത ഒരു കാര്യം അവർക്ക് അറിയിച്ചു കൊടുക്കലാണ് ബാക്കിയുള്ള ഉദ്ദേശം. ഞാൻ ചോദിക്കട്ടെ, അവർ കിച്ചണിൽ ഇരുന്നുണ്ട്, ഇറച്ചി പാകം ചെയ്തിട്ട് പറഞ്ഞ് ഒരു കുറേ എടുത്തിട്ട് വന്നു. നമ്മൾ എന്നാളൊക്കെ ഒന്ന് കുടിച്ചു, രണ്ടാമത്തെ ശേഷം രണ്ടാമതും കുടിച്ചു അല്ലേ, മൂന്നാമത്തെ ശേഷം പറഞ്ഞ് ഒരു ആട്ടിന് 2 കുറവെല്ലാം ഉണ്ടാവുമോ? ആകത്ത് കൊണ്ട് തിരിച്ചു ചോദിച്ചപ്പോൾ മുങ്കത്തി. എന്താ പറയുക, നിങ്ങൾ ആ എതിര് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഞാൻ 100 എണ്ണം ചോദിച്ചാൽ 100 എണ്ണം ബൈക്ക് വയ്യായിട്ട് നിങ്ങൾ കൊടുത്തിട്ടുമായിരുന്നു എന്നാ പറഞ്ഞത്. ആട്ടിനെ കാണാത്ത ആളെങ്കിൽ ഇതുവരെ കുട്ടിക്കാലത്ത് ബുദ്ധിയുള്ള കാലം മുതൽ ആട്ടിനെ വയ്ക്കാൻ പോയി 2 കുറേ ഉള്ളൂ എന്ന് നമുക്ക് തിരിയണ്ടില്ല. അതാണ് ആദത്ത് കൊണ്ട് എത്ര എന്ന് പറയാൻ പാടില്ല. അല്ല, ഞാൻ പണ്ട് നേജോതുമ്പോൾ ദിശ പറഞ്ഞേ കാക്കടിപ്പുറത്തോറ് എന്നോട് പറഞ്ഞ് ശനിയാഴ്ച അന്ന് വെള്ളിയാഴ്ച അവിടെ കൂടിയിട്ട് രാത്രി മൂപ്പർക്കൊന്ന് ബുർദ വന്നിരിക്കണം, രാവിലെ പോയാൽ പോയേ. ഞാൻ ആയിക്കോട്ടു, സബുക്കിനെ ചിലപ്പം മുഖത്തിയാവുന്ന അവസാനത്തിനോട് പറയാമെന്ന് വെച്ചു. അങ്ങനെ രാത്രി 12 കഴിഞ്ഞ് രാവിലെ എന്നോട് പറഞ്ഞ് പോകുമ്പോൾ പന്താവൂര് പോകുമ്പോൾ പെരിന്തൽമണ്ണ എന്ന റോഡ് വെച്ചിട്ട് ബസ് വരും, അതിൽ കയറി അങ്ങ് ത്രൂവായിട്ട് അങ്ങോട്ട് പോവുക അല്ലേ. ആകത്ത് പ്രകാരം ഞാൻ എത്രാന്ന് പറയേണ്ടത് എന്താന്ന്, ആ റൂട്ടിൽ ഗവൺമെന്റ് നിശ്ചയിച്ച ഒരു റൂട്ടില്ല. ട്രാൻസ്പോർട്ട് നിയമപ്രകാരം എടപ്പാട് വഴിക്ക് പെരിന്തൽമണ്ണ പോകുന്ന ബസ്സില്ല. പിന്നെ മൂപ്പരെങ്ങനെ പറഞ്ഞു അതിങ്ങനെ കെട്ടുമ്പോൾ അങ്ങനെ റൂട്ടില്ലല്ലോ എന്ന് ഞാൻ എത്രാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് എനിക്ക്. എത്രാന്ന് പറയണ്ടെങ്കിൽ പിടിച്ചേക്കിലെ പിടിയും. പക്ഷെ വലിയ ആള് പറഞ്ഞാൽ 9 1 12 പറഞ്ഞാൽ ആയിക്കോട്ടെ 12 തന്നെയെന്ന് ഒന്നും കൊണ്ടൂല. നിങ്ങെന്താ എത്രാന്ന് പറയാൻ അറിയില്ലല്ലോ. ഇപ്പം രാത്രിയാന്ന് പറഞ്ഞാൽ രാത്രി തന്നെയാണ്. ആ കളിയൊക്കെ ആർക്കും നിന്നിട്ടുണ്ടാവില്ല. ചിലരോട് ചോദിക്കൂ, എല്ലാത്തിനും എത്രാന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ അവിടെ മുണ്ടാണ്ടിക്കേണ്ട സ്ഥലമുണ്ട്. ഗവൺമെന്റ് നിയമപ്രകാരം പന്താവൂര് വഴിക്ക് എടപ്പാള് വഴി കുറ്റിപ്പുറം പോകുന്ന ബസ്സില്ല. പെരിന്തൽമണ്ണ എന്താ വേണ്ടത്, കുറ്റിപ്പുറം ബസ്സിന് കയറിയിട്ട് നടന്നിട്ട് ഗേറ്റ് മുറിച്ചിട്ട് അപ്പുറം കിടക്കണം, എന്തായാലേ പെരിന്തൽമണ്ണ ബസ് കിട്ടുള്ളൂ. ഇപ്പൊ അതെല്ലാം പോയി, അവിടെ ഒരു റെയിൽവേ ഗേറ്റ് ഉണ്ട്, ഗേറ്റിന്റെ അപ്പുറം കിടക്കണം. അന്നേരം ബസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടോ അവിടത്തേക്ക് പെരിന്തൽമണ്ണക്ക്. പറഞ്ഞ പോലെ പോയി നോക്കുമ്പോൾ കറുത്ത ബോർഡ് വെച്ചിട്ട് പെരിന്തൽമണ്ണ ട്രാൻസ്പോർട്ട് മറ്റേ KSRTC ബസ് ഉണ്ട്, അതി സ്പീഡിൽ വരുന്നു. ഡ്രൈവറും കണ്ടിട്ടേ ഉള്ളൂ. ഞാൻ കൈകാട്ടി നിർത്തി കയറി പെരിന്തൽമണ്ണ എത്തി. എന്താ പറ്റിയെന്നറിയോ, ഇവർക്ക് പെരുമ്പിലാവിൽ കൂടിയിട്ട് പെരിന്തൽമണ്ണക്ക് പോകേണ്ട റൂട്ട് ഡ്രൈവറെ വന്ന് തെറ്റില്ല. ഏതായാലും മടങ്ങണ്ടെന്ന് വെച്ചാൽ അടിച്ചങ്ങ് വിട്ട്
പെരുമ്പില അവിടെ കയറി അടുത്തേക്കല് പുലാമന്തോളെ കൂടി പോയി ചെറുകര വഴിക്കാന്ന് അടുത്തേക്കത്ത് പെരിന്തൽമണ്ണ ചേരില്ലേ നബിയുടെ റൂട്ട് മനസ്സിലായ ഡ്രൈവർക്ക് തെറ്റിപ്പോയതാണ് തൃശ്ശൂരിൽ നിന്ന് വരുന്ന വണ്ടി. എനിക്ക് ദൂരം പോകാൻ കഴിഞ്ഞ് സബക്ക് മുടങ്ങാണ്ട് ക്ലാസ്സിലേക്ക് എത്തി. ഇവിടെ എങ്ങാനും എത്തനാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ ബസ് കിട്ടൂല, സാധാരണ ബസ്സുകൾ കിട്ടൂല. ചിലപ്പോൾ നമ്മൾ എടപ്പാളേക്ക് നടന്നു നോക്കാം, അടുത്ത് നിർത്താവുന്ന സ്റ്റേജിലേക്ക് നടക്കും. അതാണ് അവലേക്കന്മാർ പറഞ്ഞ വാക്കിന് എത്തണം എന്ന് പറയാൻ പാടില്ല, ഉണ്ടാണ്ടിരുന്നുള്ള. അത് തന്നെയാണ് ആട്ടിൽ രണ്ട് പുറകെ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ. ഒരു ഭക്ഷണം കൊടുത്തിട്ട് പാത്രത്തിലിട്ട് പറഞ്ഞ് ജീവിതകാലം മുഴുവനും തിന്ന് എപ്പം ഭാര്യ വെള്ളം കിട്ടും, സാധനം കിട്ടും. അല്ല നമ്മൾ ഇത്തിരി ഒതുമ്പോൾ അളന്നു നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എല്ലാം എപ്പോഴും കിട്ടുന്നുണ്ടല്ല, അളന്നു നോക്കിയപ്പോൾ അന്ന് മുതൽ മുറിഞ്ഞു. അതേ താളാ. ചില റൂട്ടിൽ ബസ് ഉണ്ടാവില്ലല്ലോ. ഇവിടുന്ന് ചെറുക്കളക്കാത്ത കോഴിക്കോട് വടകര ബസ്സിന് അത്തട്ട കിട്ടുമോ? അതില്ല. അതോരോ കറാമത്തായിട്ട് കുട്ടിക്കൂടാ. കറാമത്തൊന്നുമില്ല, കാര്യകാരണ സഹിതത്തിൻ്റെ കൊണ്ടല്ല നിൽക്കുന്നു. അതും എൻ്റെ പോക്കും നടത്തും അതിനോട് ബസ് വെച്ച് കൂട്ടി മുട്ടിച്ചില്ലേ. അല്ല അതിൻ്റെ അല്പം മുമ്പാണെങ്കിൽ വേറെ ബസ്സിന് പോയിട്ടുണ്ടാവും, ശേഷമാണെങ്കിൽ ബസ് കിട്ടുകയും ചെയ്യൂല. അപ്പൊ അതിന്റെ പുരളൊട്ടാകെ മനസ്സിലായില്ലേ? തങ്ങൾക്ക് അറിയായിട്ടല്ല ചോദിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ ശ്രദ്ധ പതിഞ്ഞിട്ടില്ലാത്ത ഒരു മേഖലയിലേക്ക് അവരെന്താകണം അറിയിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചത്. ഒന്ന്. രണ്ടാമത്തെ മുഖദ്ദിമ സാനിയൻ ഇന്ന റസൂലൽ കരീമ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീ നാല മിനൽ ഉലൂമി മാ നാല. തങ്ങൾക്ക് എല്ലാ ഇൽമും അല്ലാഹു തആല വഅല്ലമക മാ ലം തകുൻ തഅലമൂന പറഞ്ഞു അല്ലേ? വഅഫാദല്ലാഹു തആല അലൈഹി മാ അഫാദ. അല്ലാഹു തആല കോരിച്ചൊരിയുകയാണ്. ഹത്താ അന്നഹു ദകറ ലിസ്സഹാബത്തി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു വബഹസ ലഹും ഫീ കുല്ലി ഷൈൻ. തങ്ങളുടെ മുമ്പിലെത്തുന്ന ഏത് ചർച്ചാ വിഷയങ്ങളും എന്താക്കും അതിനെപ്പറ്റി വിശദീകരണം പറഞ്ഞു. അങ്ങനെ ഔലിയാക്കളുണ്ട്. അലിയുൽ ഖവാസില്ലേ? അതെ, ഷാരാൻ മുഹമ്മദ് ഷെയ്ഖ്. മൂപ്പർ ശരിക്കും ഉമ്മിയാണ്, ലോകത്തിനെ പറ്റി ഒന്നും അറിയില്ല എന്ന് തന്നെ പറയാം ശരിക്കും പറഞ്ഞു. പക്ഷെ എന്ത് വിഷയം മൂപ്പനോട് ചർച്ച കിട്ടാലും അതിന് കൃത്യമായ മറുപടി പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ടാണ് ദുററുൽ ഖവാസ് എന്നിട്ട് മൂപ്പറ വായുമൊഴി എഴുതിയെടുക്കാൻ ഖസാലി അല്ല ഷാരാൻ ഇമാം ഒരു കിതാബിൽ ഉണ്ടാക്കിയത്. കിതാബ് ഉണ്ട്, ദുററുൽ ഖവാസ്, അലിയുൽ ഖവാസിന്റെ വായുമൊഴികൾ. എന്തിനെ പറ്റിയല്ല ചോദിക്കാം, അത് തൃപ്തികരമായ മറുപടി പറഞ്ഞു. കേരളത്തിൽ ജീവിച്ച ശേഷനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോപ്പ് കമ്പനിയിൽ എന്തോ കെമിക്കൽസ് വർദ്ധിച്ചു പോയിട്ടാൽ പറ്റുന്നെങ്കിൽ സോപ്പ് കൊടുക്കുക. അപ്പോൾ എത്രയോ ലക്ഷത്തിന്റെ സാധനം കളയേണ്ടി വരും. മോപ്പറിക്കാത്ത പറഞ്ഞപ്പോൾ ഇന്നാലെന്ന സാധനം കലക്കിയിട്ടതിൽ ചോദിച്ചാൽ അത് ജയിക്കുള്ളൂ. ഇവരിപ്പോൾ കെമിസ്റ്റ് ഓടിച്ചു. അതുകൊണ്ട് എന്താ വലിയൊരു നഷ്ടം അതുകൊണ്ട് പരിഹരിക്കപ്പെട്ടു. അങ്ങനെ كما روى الطبراني عن أبي ذر رضي الله عنه قال تركنا رسول الله صلى الله عليه وسلم. നമ്മളെ വിട്ടുപോയതങ്ങനെ وما طائر يقلب جناحيه في الهواء. വായുവിൽ രണ്ട് ചിറക് പിടർത്തി പറക്കുന്ന പക്ഷിയുണ്ടല്ലോ, ആ പക്ഷിയെ പറ്റി പോലും ഇല്ല വഹുവ ദഖറ ലനാ മിൻ ഇൽമൻ. അതിൽ നിന്നുള്ള ഒരു ഇൽമ നമുക്ക് പറഞ്ഞാൽ നട്ടല്ലാതെ ഞങ്ങൾ വിട്ടിട്ടില്ല. അവന്തിട്ട് ഈത്തപ്പനെ പറ്റി അറിയാണ്ടിട്ടുണ്ട്, നിത്യേനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈത്തപ്പന. അപ്പൊ തങ്ങൾക്ക് അറിയാതെ പോയി എന്നങ്ങനെ തസബ്ബുറാകും. കൃഷിയുടെ ശാസ്ത്രപ്രകാരം ആദത്തനുസരിച്ച് എന്താക്കണം, തൽഖീഹിലേക്ക് ആവശ്യമില്ല എന്ന് തങ്ങൾക്ക് അറിയാണ്ടിരിക്കുമോ? അത് മുപ്പുറം പറഞ്ഞല്ല, അത് നിർബന്ധമുള്ള സംഗതിയല്ല, കൃഷിയുടെ ഒരു ഇനം ഒരു പഠിപ്പാന്നത്. വലാകിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറാദ അംറൻ ആഖർ. അപ്പോ ആ കൃഷി സംബന്ധിച്ചല്ല മറ്റൊരു കാര്യമാണ് ഈ പറഞ്ഞതിനുള്ളിലുള്ളത്.
സാലിസൻ 3 ഇന്നല്ലദീ യദുല്ലുനാ അലാ ദാലിക്കൽ അംദിൽ ആഖർ. അപ്പം ഈ കാര്യം ഇബ്ഹാമാക്കി വെച്ചത് അവർക്ക് എത്തിപ്പെടാൻ സ്വന്തം ഖരീബില്ലാത്ത കാര്യത്തിന്റെ മേൽ അറിയിക്കലാണ് ഉദ്ദേശം. അതുപോലെ അംറുൻ ആഖർ, എന്തായിരിക്കും അംറുൻ ആഖർ നമ്മിങ്ങനെ കഥ. അപ്പോൾ പറയുന്നത് ആ അംറുൻ ആഖർ അല്ലദീ അറാദഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അശ്ബാഹി ഹാദിഹിൽ വാഖിയത്തി സാദിറത്തി മിൻ, തങ്ങളെ വക്കൽ നിന്ന് പ്രകടമാകുന്ന മറ്റു സംഭവങ്ങൾ കൊണ്ട് ചിന്തിക്കുക. ഇതിന്റെ മാത്രം പറയണ്ട, ഇതിന് തുല്യമായ മറ്റു സംഭവങ്ങൾ ഇട്ടുമുക്കുക. ആ കുറകം എടുത്തിട്ട് പോവാന്ന് പറഞ്ഞു. എന്തിനാ മുമ്പ് വരുന്ന മറ്റേ സംഭവത്തിൽ നിന്ന് ഇത് മനസ്സിലാക്കലാണ്. ഫഫിൽ മുസ്നദി അൻ അബീ റാഫിഅ റളിയല്ലാഹു അൻഹു ഖാല സുനിഅ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾക്കുണ്ടാക്കപ്പെട്ടു ഷാത്തുൻ മസ്ലി. മസ്ലിയ എന്ന് പറഞ്ഞാൽ പാചകം ചെയ്യുന്ന പല കൈഫിയത്തുണ്ട്. മഷ്വിയുണ്ട് അല്ലേ, മക്കദിയുണ്ട്, മസ്ലിയുണ്ട്, എന്തെല്ലാം പറയാനൊക്കെ വരാം. നിങ്ങൾ കാണുന്ന നല്ല ശീലമല്ലേ. വെള്ളം ചേർക്കാതെ കണ്ട് ചുട്ടെടുക്കുന്ന സ്വഭാവമുണ്ട്, നെയ്ക്കത്ത് മാത്രം പൊരിക്കുന്ന സ്വഭാവമുണ്ട്, വെള്ളത്തിലൊഴിച്ചിട്ട് പൊങ്ങിയിട്ടെടുക്കുന്ന സ്വഭാവമുണ്ട്. പല ഇനങ്ങളില്ലേ. ഇതിന് മസലീല ഉണ്ടായാല് വെള്ളത്തിലിടുന്ന വെള്ളത്തിന് തപക്കുന്നല്ലോ ഒരിക്കലും. ആ മറ്റേത് ചുട്ടെടുക്കും, വെള്ളം ചേർക്കൂല, തീയിലിട്ടിട്ട്. അതിലിപ്പോ ഈ നരകത്തിലൊക്കെ പോയി തിരിയുന്ന കൊയ്യതല്ലേ അത് ശബയ്യ. നമുക്ക് ഇതൊന്നും മിസ്സലായി അറിയില്ല. അങ്ങനെ ആ കുറക്ക് കൊണ്ട് കൊടുത്തു. ഫഖാല പറഞ്ഞു, ഞാൻ അബാറാഫി നാവലിന് അയാട്ടിനെ കൊണ്ടിട്ട് ദിറായിങ് എടുക്കുന്നുണ്ട്. നാവൽത്തുഹു, ഞാൻ കൊടുത്തു. സുമ്മക്കാല നാവലിന് രണ്ടാമത് പറഞ്ഞു ദിറായിങ് എടുക്കുക എന്ന് പറഞ്ഞപ്പോ നാവൽത്തു രണ്ടാമതും കൊണ്ട് കൊടുത്തു. സുമ്മക്കാല നാവലിന് ദിറാഅ് മൂന്നാം തവണ പറഞ്ഞപ്പോൾ ഫഖാല യാ റസൂലല്ലാഹ് ഹൽ ലിശാത്തി ഇല്ലാ ദിറാഅൈനി, ആട്ടിന് 2 ദിറാ അല്ലാണ്ട് ഉണ്ടാകുമോ? ഇതാ ആദത്ത്. ആദത്തോട് തിരിച്ചു വന്നപ്പോൾ എന്താക്കി, അതിൽ കൂടി ഉണ്ടാവേണ്ട മുഅ്ജിസാത്തിനാണ് ഐജാ കിട്ടും. മുഅ്ജിസാത്ത് ഏത് വകയാണ്? ആലമുൽ ഖുദ്റത്താന്ന്. കറാമത്തും ആലമുൽ ഖുദ്റത്താണ്. നമ്മ എന്താക്കി, ഹിക്മത്ത് കൊണ്ട് മറയിട്ടപ്പോൾ ആ മുഖത്തി. അങ്ങനെ പലരുണ്ട്. ബഹുമാനപ്പെട്ട ഉള്ളാളത്ത് കിടക്കുന്നവരില്ലേ, സയ്യിദ് മുഹമ്മദ് ഷരീഫ് മദനി റളിയല്ലാഹു അൻഹു നാട്ടിൽ വന്ന് ഒരു മംഗലം കഴിച്ചിരിക്കും. മക്കളൊന്നും ഇല്ലെന്ന് തോന്നുന്നുണ്ട്. ഇതിന് വഫാത്താമം പറഞ്ഞ്, നിന്റെ ചെലവിന് ആവശ്യമായ സംഖ്യ എന്താക്കാം, നീ രാവിലെ മതിന്റെ തലക്കും പുറത്തുനിന്ന് എടുത്തു ൗട്ടിന്റെ അങ്ങനെ കിട്ടും. ഒരു വെള്ളി അവിടെ പെണ്ണുങ്ങൾ ചെലവ് കഴിഞ്ഞു. കുറെ പെണ്ണുങ്ങന്മാർ കൂടി കൊടുത്തെല്ലാണ് നീ ഒറ്റക്ക് എന്തിനാ ഒരു വള്ളിയിലെല്ലാം എടുക്കുന്നത്, നീ അരവള്ളി ചിലവാക്കി അരവള്ളിയുടെ പെട്ടിയിട്ടെ, അത് കുറെ കാലം വലിയ പൈസ ഉണ്ടാവും. ഇത് വിശ്വസിച്ചു. അരവള്ളി ചിലവാക്കി അരവള്ളി എന്താക്കി സൂക്ഷിച്ചു. പിറ്റേന്ന് പോകുമ്പോൾ അരവള്ളി നിൽക്കുമ്പോൾ കാരണം അരവള്ളി കൊണ്ട് നീ കഴിയുമല്ല. അപ്പൊ ഒരു വള്ളി കൊണ്ട് 2 ദിവസം കഴിയാനേ. അപ്പൊ ഔലിയാക്കളെ കലാമിന് എന്താക്കാൻ പാടില്ല, എതിര് പറയാൻ പാടില്ല. നിങ്ങളുടെ മകൾക്ക് നഫീസ എന്ന് പേരിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഇതിന് മുമ്പ് അത് ആണാണെങ്കിൽ നഫീസ എന്ന് പേരിടൂലല്ലോ, ഇടുവോ? അപ്പൊ അത് ഇത്ര ആയിക്കോട്ടെ, പേരിട്ട നഫീസ. എന്നിട്ട് പരക്കാരെന്താ ആയിഷ എന്ന് പേരിട്ട് അവസാനം എന്താന്ന് നിർത്തിട്ട് ആയിഷ നഫീസ എന്ന് പറഞ്ഞിട്ട് നിർക്കിട്ടിട്ട് നഫീസ എന്നുള്ള പേര് തെളിഞ്ഞു വന്നു. അപ്പൊ ഇത് ലാഹിറൊപ്പിച്ചിട്ട് എന്താ, ആലമുൽ ഹിക്കം. ഇത് കുറ്റങ്ങളല്ല ആയിരിക്കും അബൂറാഫിന് ആദത്ത്. فقال صلى الله عليه وسلم لو سكت നീ അത് പറയാതെ മിണ്ടാതിരുന്നുവെങ്കിൽ ലനാവൽതനി മിൻഹാ ദിറാഅൻ മാ ദഅഉതു ബിഹി, ഞാൻ ആവശ്യപ്പെടുന്ന കാലത്തോളം ഓരോ ദിറാ നീ എന്താ എടുത്തുകൊണ്ടിരുമായിരുന്നു. അത് മുഅ്ജിസത്ത്.
ഉണ്ടോ? قال അബൂ റാഫിഅ പറയുന്നു വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅജിബുഹു ദിറാഅ്, മാംസങ്ങളിൽ ദിറാഅ് തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്, അത് ബലഭാഗത്തിൽ. قال في مجمع الزوائد പറഞ്ഞു റവാഹു അബൂ ഹമ്മദ് വത്തബറാനി മിൻ തുറുഖിൻ, അത് ഹദീസിന്റെ സനദ് പറഞ്ഞതാണ്. എന്താ? വഖാല ഫീ ബഅദിഹാ അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അസ്ലിയ ലഹു ഷാതൻ ഫസലൈതുഹാ എന്നും കൂടി ഉണ്ട്. എന്തുകൊണ്ട്? ആദ്യം പറഞ്ഞ സുനിഅ ലി റസൂലില്ലാഹി എന്ന് ഒരാളെ പറഞ്ഞിട്ടില്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടാക്കപ്പെട്ടു എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആരുണ്ടാക്കി? അബൂ റാഫി പറഞ്ഞു എന്നോട് തന്നെ പറഞ്ഞതാണ്, അതിനെ ആട്ടിനെ വേവിച്ചിട്ട് കൊണ്ടുവരണം എന്ന് ഞാൻ ആക്കി കൊടുത്തു. ورواه في اللوسط باختصار وهذا إسناد أحمد حسن, അത് ഹദീസിന്റെ സനദ് പറയും. ഇത് അഹമ്മദ് ഇമാമിന്റെ 2 ഇസ്നാദിൽപ്പെട്ട ഒന്ന് ഹസനായ ഇസ്നാദാണ്. ഹദീസിന്റെ റുതുബ ഉണ്ടാവുമല്ലോ, സഹീഹുൽ ലിദാത്തിഹി സഹീഹുൽ ലിഗൈരിഹി ഹസനുൽ ലിദാത്തിഹി ഹസനുൽ ലിഗൈരിഹി എന്നുണ്ടാകും. പല അത് മഖ്ബൂലായ ഹദീസുകളാണ്. ചിലത് ഷാദ് ഉണ്ടാകും, മത്റൂക്ക് ഉണ്ടാകും, മുതല്ലസിന്റെ 65ഓളം ഇനങ്ങൾ ഹദീസിന്റെ പല്ലിലുണ്ട്. അപ്പൊ ഇത് വിശ്വാസയോഗ്യമായ സനദാണ് എന്ന് പറയാൻ വേണ്ടി കൊണ്ടാകുന്നേ ഉള്ളൂ. وعن أبي عبيد رضي الله عنه أنه طبخ لرسول الله صلى الله عليه وسلم തങ്ങൾക്ക് പാചകം ചെയ്തു ഖഖിദ്റൻ ഫീഹാ ലഹമുൻ, ഒരു ചട്ടി, ഒരു പാത്രം, അതിൽ ലഹമുണ്ടായിരുന്നു. ഫഖാല തങ്ങൾ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാബിൽനി ദിറാഅഹ, അതിന്റെ ദിറാഇങ് എടുക്ക് കൊണ്ടുവാ. ഫനാവൽതു, അത് കൊണ്ടു കൊടുത്തു. പിന്നെ ഫഖാല നാബിൽനി ദിറാഅഹ ഫനാവൽതു, 2 കൊടുത്തു. ഫഖാല നാബിൽനി ദിറാഅഹ, മൂന്നാമത് പറഞ്ഞപ്പോൾ ഫഖാല യാ നബിയല്ലാഹ് കം ലിസ്സാതി മിൻ ദിറാഇൻ, ആട്ടിന് എത്ര കുറക ഉണ്ടാകൽ നബിയേ എന്ന് ചോദിച്ചു. അത് ആദ്യത്തെ ചോദ്യത്തിനേക്കാണ് കുറച്ച് കടുപ്പം കൂടിയിട്ടുണ്ട്. ഒരാട്ടിന് എത്ര ദിറാഅ ഉണ്ടായത്? فقال له صلى الله عليه وسلم തങ്ങൾ പറഞ്ഞു والذي نفسي بيده لو سكت لأعطيت ذراعا ما دعوت به, നീ അത് എത്ര എന്ന് പറയാതെ ഉണ്ടാതിരുന്നുവെങ്കിൽ ഞാൻ എത്ര ദിറ ആവശ്യപ്പെടുന്നു അത്ര കണ്ട് നീ തരുമായിരുന്നു എന്നാ. അവിടെ കണ്ട അബൂ ഉബൈദ് മൗലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടില്ലേ? ഹാകദാ ഫീ നസ്ഖിൽ മുസന്നിഫി അബീ ഉബൈദ് എന്നാണ് ബിലാ ഹാഇൻ, ഉബൈദ് തീർന്നില്ല, അലൽ മഅറൂഫ്. വലഅല്ലഹുൽ വാഖി ഇൻദ ദാരിമി വഇല്ലാ ഫല്ലദീ ഫി തിർമിദി അബീ ഉബൈദത്ത് എന്ന് ഹാ കൊണ്ടാണുള്ളത്. നോക്ക്, قال الحافظ العراقي هكذا في أصل شمائل في كتاب الشمائل أبي عبيدة بزيادة التاء. ഇത് പറയാൻ കാരണം എന്താന്ന്, നമ്മൾ ഉപ്പാട് ഉസ്താദ് ഉണ്ടായിരുന്നു തങ്ങളുടെ പള്ളിയിൽ ആദ്യമായി ദർശനം തുടങ്ങിയ വലിയ മഹാനായിരുന്നു. നമ്മളെ ഔലമാർക്ക് വരെ മൂപ്പർ തോന്നാൻ പോകട്ടെന്ന് പറയും. മൂപ്പറ മനാക്കിബ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഉബൈദത്തിന് ഈ താഴുണ്ടോ ഇല്ലയോ എന്ന് ഏതാ തഹ്ഖീഖ് അറിയാൻ വേണ്ടിയിട്ട് ചപ്പാറപ്പടവിലേക്ക് നടന്നു രാവിലെ. അന്ന് എത്ര കിലോമീറ്റർ? അന്ന് റോഡുണ്ടാകും, റോഡല്ല എൻ്റെ ഓർമ്മയിൽ വന്നല്ലേ. ആലക്കോട്ടെ റോഡിനുള്ള റോഡ് ജനിച്ചത് തന്നെ എൻ്റെ ഓർമ്മയിലാണ്. അതിനുമുമ്പ് ഇങ്ങനെ പരക്കം നടക്കാൻ നീങ്ങി ചപ്പാറപ്പടയിലെത്തണം നടന്ന്. അവിടെ നിന്നുണ്ട് ഒരു അന്തത്തുൽ കാലി എന്ന് ഷർഹൽ ബുഖാരിയുണ്ട്, ഹൈനി എന്നും പറയുന്നു. അത് ആകെ ജില്ലയിൽ ഒറ്റ സ്ഥലത്തേ ഉള്ളൂ, വലിയ ഹത്തായ കിതാബാണ്. അത് നോക്കിയിട്ട് പരുതി പിടിച്ചിട്ട് അത് താഴുണ്ടോ ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് എന്താക്കി അങ്ങനെ ഇങ്ങോട്ട് നടക്കും. ചേലക്കാട് ഉസ്താദ് പറഞ്ഞ വിഷയത്തിൽ പത്തയിപ്പോയ ചേലക്കാട് ഉസ്താദ് ഇവിടെ നോക്ക്, ഇവിടെ തങ്ങൾക്ക് 2 കുറേ ഉണ്ടാവുള്ളൂ എന്ന് അറിയാതെ വന്നിട്ടാണോ മൂന്നാമത്തിന് ആവശ്യപ്പെട്ടത്? വഹാദിഹിൽ കിസ്സത്തു ഖൈറുല്ലത്തി തഖദ്ദം, അതിൽ 2 കിസ്സയാണ്. മറ്റേ ചോദ്യത്തിന് ആദ്യത്തിന് എന്താണ് പറഞ്ഞത്? ഇല്ലാ ദിറാഅൻ, ഒരാട്ടിന് എത്ര കുറക ഉണ്ടാന്ന് ചോദിച്ചാൽ അതത് വേറെ, അത് 2 രണ്ടാണ്. ഒന്ന് ആരാണ്? അബൂ റാഫിയാണ്, മറ്റൊന്ന് അബൂ ഉബൈദ.
എന്നതിലുള്ളത്. കമാ നബ്ബഹ അലൈഹിൽ ഹാഫിദ് ദുർഖാനി റളിയല്ലാഹു അൻഹു രണ്ടും രണ്ട് സംഭവം തന്നെയാണ്. വഫീ മജ്മഇ الزوائد عن ابن اسحاق رضي الله عنه قال حدثني رجل من بني غفار في مجلس സാലിം ഇബ്നു അബ്ദുല്ലാ. അതാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ മോനാണ് സാലിം ഇബ്നു അബ്ദുല്ലാ ഇബ്നു ഉമർ. അവരുടെ മജ്ലിസിൽ പറഞ്ഞു, ഖാല ഹദ്ദസനി ഫുലാനുൻ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉതിയ ബിതുആമിൻ ഖുബ്സിൻ വലഹമിൻ. റൊട്ടിയും മാംസവും അടങ്ങുന്ന ഒരു ഭക്ഷണം കൊണ്ടുവരപ്പെട്ടു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം നാബിൻ ദിറാഅ. അല്ല, ഒരു ദിറാഅ് ചോദിച്ച് ഫനൂബില ദിറാഅൻ ഫാക്കലഹു. ഒരു ദിറാഅ് വാങ്ങിയിട്ട് ഞങ്ങൾ ഭക്ഷിച്ചു. സുമ്മക്കാല നാബിൽ ഫനൂബില ദിറാഅൻ, രണ്ടാമത്തതും കൊടുത്തു ഫാക്കലഹു. സുമ്മക്കാല നാബിൽ ദിറാഅൻ, മൂന്നാം തവണ ചോദിച്ചപ്പോൾ ഫഖാല യാ റസൂലല്ലാഹ് ഇന്നമാ ഹുമാ ദിറാഅനി, രണ്ട് ദിറാഅേ ഉള്ളൂ എന്ന് പറഞ്ഞു. فقال وأبيك لو سكت ما زلت أنابل منها ذراعا ما دعوت به. സത്യത്തിന്റെ വാക്ക് പോലെ വാബീക്ക, നീ മിണ്ടാതിരുന്നുവെങ്കിൽ ഞാൻ ആവശ്യപ്പെടുന്നിടത്തോളം എന്താക്കും, ഓരോ ദിറാഅ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുമായിരുന്നു. قال ورواه أحمد وفيه راو لم يسمى. ഇത് ഇമാം അഹമ്മദ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. അത് ഒരു റാവി ഉണ്ട്, ഓരോ പേരറിയപ്പെട്ടിട്ടില്ല. പോട്ടെ, നമ്മൾ വിഷയത്തിലേക്ക് കടക്കാം. فقوله صلى الله عليه وسلم نابل الذراع في المرة الثالثة, മൂന്നാം തവണ ദിറാഅ് പോണമെന്ന് പറഞ്ഞല്ലോ. മഅൽ ഇൽമി അന്ന ശാത ലഹാ ദിറാഅനി, ഷാത്തിന് രണ്ട് ദിറാഅ് ഉള്ളൂ എന്ന് അറിയായിട്ടാണോ അല്ല അറിഞ്ഞിട്ടാണോ? ആർക്കറിയാത്ത? ഇന്നമാ അറാദ അൻ യുദ്ഹിറ അംറൻ മുഅജ്ജസൻ ഫീഹി അൽ-ഇക്റാം, തങ്ങളുടെ ഇക്റാം അടങ്ങിയ ഒരു മുഅ്ജിസാത്ത് കാണിക്കാനാണ് അവിടെ ഉദ്ദേശിച്ചത്. ചോദിക്കുന്തോറും 100 മണി കിട്ടുമെന്ന് പറഞ്ഞത് അല്ലേ? അപ്പൊ ഇക്റാം, ആ ഏജാസ് കണ്ട ഫീഹിൽ ബുർഹാൻ, കണ്ണുകൊണ്ട് കണ്ടതായില്ലേ അല്ലേ? നമുക്കിപ്പം കേട്ട് വിശ്വസിക്കാനല്ലേ കഴിയുന്നുള്ളൂ. വഫീഹിൽ ഇശ്ഹാദു ബിൽ അയ്യാൻ, കണ്ണുകൊണ്ട് സാക്ഷി നിർത്തൽ വന്നില്ല മുഅ്ജിസാത്തിൽ. വലാകിൻ ലമ്മാ ലം നജിദ് മഹല്ലൻ ഖാബിലൻ, പക്ഷെ അത് സ്വീകരിക്കുന്ന ഒരു മഹല്ല് എത്തിച്ചിട്ടില്ല എന്നാണ്. അസ്ഹാബിമാർ കൊള്ളൂല എന്നല്ല, അസ്ഹാബിമാർ ആദത്തനുസരിച്ച് പറഞ്ഞു പോയി. അപ്പൊ ലം തദ്ഹർ തിൽക്കൽ മുഅ്ജിസ, ആ മുഅ്ജിസത്ത് വെളിപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായില്ല. ഇത് മനസ്സിലാക്കിയ? വലിദാലിക ഖാലൽ ഹാഫിദ് അസ്സുർഖാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇൻദ ഖൗലിഹി, തങ്ങൾ പറഞ്ഞില്ലേ, അമാ ഇന്നക ലൗ സകത്ത ലനാ ലനാവൽതനി വിറാഅൻ ഫദിറാഅൻ മാ സകത്ത, നീ മിണ്ടാതിരുന്ന് ഞാൻ ആവശ്യപ്പെടുന്നിടത്തോളം കൊണ്ടതിനും മുദ്ദത്തെ സുക്കൂത്തിക്ക്. എന്താണ്? ലിഅന്നഹു സുബ്ഹാനഹു വതആല യഖ്ലുഖു ഫിഹാ ദിറാഅൻ ഫദിറാഅൻ, ഓരോ ദിറാഅന് ശേഷം ഓരോ ദിറാഅ് അല്ലാഹു തആല പടക്കും. മുഅ്ജിസത്തൻ ലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾക്കുള്ള മുഅ്ജിസത്ത് ആയിക്കൊണ്ടിട്ട്. ചെറിയ അളവ് ഭക്ഷണം കൊണ്ടല്ലേ 700 1500 തിന്നു പറഞ്ഞു. അത് മുഅ്ജിസത്തൻ. ഫഹമലത്തിൻ മുനാവില അജ്ലത്തുൽ മുറക്കബത്തു ഫിൽ ഇൻസാൻ, മനുഷ്യനിൽ ഊട്ടപ്പെട്ട ഒരു അജ്ലത്തുണ്ട്. അങ്ങനെ അതിൽ നിന്ന് ഉടലെടുത്താണ് ചോദ്യം, രണ്ട് ദിറാഅ് ഉള്ളൂ എന്ന് പറഞ്ഞു പോയത്. ഒരു ആദത്തിന്റെ ഒരു അജ്ലത്തില്ലേ, അലാ ഖൗലി ഇന്നമാ ലിശാത്തി ദിറാഅനി, ഒരു ഷാത്തിന് രണ്ട് ദിറാഅേ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടി ഈ അജ്ലത്ത് പ്രകടിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഫൻഖതഅൽ മദദു, ആ മദദ് മുറിഞ്ഞു. ലിഅന്നഹു ഇന്നമാ കാന മിൻ മദദിൽ കരീം സുബ്ഹാനഹു വതആല, അല്ലാഹു തആലയുടെ ഇംദാദിൽപ്പെട്ടതാണത്. ഇക്റാമൻ ലിഖുലാസത്തി ഖൽഖിഹി സല്ലല്ലാഹു അലൈഹി, അല്ലാഹുവിന്റെ പടപ്പുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഇക്റാമാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫലൗ തലക്കാഹുൽ മുനാബിലു ബിൽ അദബി,
ആ കൊണ്ടു കൊടുക്കുന്ന ആള് അതവ് പാലിച്ചു കൊണ്ടെന്താക്കണം കൊടുത്തുകൊണ്ടിരുന്നാൽ സാക്കിത്തൻ ഒന്നും മിണ്ടാതെ മൂസകൻ ഇല്ലാതാലിക്കൽ അജബ് ആ അജബിലേക്ക് നീ ശ്രദ്ധിച്ചു കൊണ്ടിട്ട് ലക്കാന ശുക്രം മിൻഹു അത് ശുക്രാകുമായിരുന്നു മൂഖത്തലിയൻ ലിതശ്രീഫിഹി ബിഇജ്റാഇ ഹാദൽ മദദി അലാ യദൈ തങ്ങൾ ആവശ്യപ്പെടുക വേറെ കൊണ്ടു കൊടുക്കുക ആ മേജിദാത്ത് പ്രകടമാക്കി വിതരണം ചെയ്യുന്ന ആരാ ഈ സാബിന്റെ കയ്യിൽ കൂടിയല്ലേ വലാക്കിനോ തലക്കാഹ് ബി സൂറത്തിൽ ഇൻകാർ പക്ഷേ ഇൻകാറല്ല ഇൻകാറിന്റെ സൂറത്ത് വന്നുപോയി എന്നാ പറഞ്ഞത് ബി സൂറത്തിൽ എന്ന് പറഞ്ഞു ഫറജഅൽ കറമു മുവല്ലിയൻ അപ്പോൾ ആ മുഅ്ജിസത്താകുന്ന കറമ് പിൻവലിക്കപ്പെട്ടു എന്താ ലിമാലം യജിദ് ഖാബിലൻ അതിന് കാബിലുണ്ടായില്ല അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞില്ലേ എനിക്ക് മനപ്പാടാകുന്നില്ല മറന്നു പോകുന്നു തലയിൽ കെട്ടി വിരിക്കാൻ പറഞ്ഞു ഇങ്ങനെ കോരിയിട്ടു ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് ഇങ്ങനെ വെച്ചോ ആരെങ്കിലും ചോദിച്ചാൽ എന്താ കോരിയിട്ടതൊന്നും കാണുന്നില്ലല്ല എന്താ ഇവിടെ വെക്കേണ്ട മടക്ക വത്തല ഇങ്ങനെ മടക്കിച്ചു കൊടുക്കാണ് എന്ന് ചോദിച്ചു പോയെങ്കിൽ അബൂ ഹുറൈറ തങ്ങൾക്ക് ഫലം കിട്ടൂല إذ لا يليق لمشاهدتها هذه المعجزة العظيمة ഈ അലീമായ മുഅ്ജിസത്ത് കാണാൻ അവിടെ കാബിലി ഇല്ലാണ്ടായി പോയി കാരണം ഇത് അത് കണ്ടാക്കേണ്ട ഒരു തശ്രീഫ് ഉണ്ടല്ലോ ഞാനിത് കണ്ടാളാന്നുള്ള അനുഭവിച്ചാളാന്നുള്ളൊരു അതിനെന്തായില്ല അവസരം കിട്ടിയില്ല ഇല്ലാ ലിമൻ കമല തസ്ലീമുഹു തസ്ലീമ സമ്പൂർണ്ണമായാക്കല്ലാണ്ട് വലം യബ്ക ഫീ അദ്നാ ഹല്ലിൻ വലാ ഇറാദ ഒരു ഹല്ലോ ഇറാദത്തോ ഇല്ലാത്ത രീതിയിൽ അത് പൂർണ്ണമായി തസ്ലീം ചെയ്യുന്നതൊക്കെ എന്താക്കും അതിന് അനുഭവങ്ങൾ കിട്ടും വഹകദാ ഫീ ഹാദിസത്തി തഅബീർ അൻ-നഖൽ നഖൽ തഅബീറാക്കുന്ന വിഷയത്തിലും ഇതുപോലെയുണ്ട് ഈത്തപ്പനയെ തഖ്ബീറാക്കുന്നവർ നടന്നു പോയപ്പോ തഖ്ബീർ ആക്കാത്ത രീതിയിൽ തന്നെ എന്താക്കും ഇതിനെ മെച്ചപ്പെടുത്തുന്ന ഒരു മുഅ്ജിസത്ത് കാണിച്ചു കൊടുക്കാൻ കഴിയുമായിരുന്നു ആദത്തനുസരിച്ച് തഹ്ബീർ ഉപയോഗിച്ച് നഖീൽ നന്നാക്കുന്ന ആദത്ത് മുത്തലിയത്തിന് എതിരായിക്കൊണ്ടിട്ട് തങ്ങൾ ഈ വാക്കുകൊണ്ട് അത് ചെയ്യാണ്ടെന്നെ ആകുമായിരുന്നു തഹ്ബീർ നടത്താതെ ആ ഈത്തപ്പന നന്നായി വളരുന്നത് കാണുന്ന അത് കാണാൻ അവർക്ക് അല്ലാഹു തആല ഒരു ഭാഗ്യം കൊടുത്തു إذ هو صلى الله عليه وسلم ممن يعلم بموجب العادة حاجة النخيل إلى تغبير ഈത്തപ്പനക്ക് തഹ്ബീറിന്റെ ഹാജത്തുണ്ട് എന്നുള്ളത് തങ്ങൾക്ക് അറിയും കമായാലും അവർക്കറിയുന്നത് പോലെ തന്നെ അതുകൊണ്ട് ലിയന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനഹും മുത്തലിഉൻ അലാ ഉമൂരിഹിം ഈത്തപ്പന നടന്നതും അത് വളർത്തുന്നതും എല്ലാ കാര്യം തങ്ങൾ നടന്നു കാണുന്നുണ്ടല്ലോ ولكن لما لم تقبل قلوب بعض اولئك النفر ആ വിഭാഗത്തിന്റെ ചിലരുടെ കൽബ് ഇത് സ്വീകരിക്കാത്ത വന്നപ്പോൾ വലം തസ്തസ്ലിം കുല്ലൽ ഇസ്തിസ്ലാം ഇലാ ഖൗലിഹി ലൗ ലം തഫ്അലു ലസലഹ എന്ന് പറഞ്ഞ വാക്കിലെ ഇത് പൂർണ്ണമായി കീഴടങ്ങിയില്ല ബൽ വഖഫു ഇൻദ മഅലൂമാതിഹിം അദ്ദുന്യവിയ്യതി അൽമുത്തരിദതി ഫീ ഫന്നി സറാഅത്തി നഖീൽ ഈത്തപ്പനയുടെ കൃഷിയിൽ നിന്ന് പതിവുള്ളതിന്റെ മുകളിൽ എന്താക്കുക അവിടെ തന്നെ നിന്നു അപ്പൊ എന്താക്കി നിങ്ങൾ ദുന്യാവിന്റെ കറ്റ നിങ്ങളെ ഇൽമ വന്ദിച്ചത് അതിനപ്പുറത്ത് വിട്ടുകിടന്നിട്ടില്ല എന്നതിന്റെ വേല എനിക്കറിയില്ല എന്നല്ല ഈത്തപ്പന നന്നായി തീരെ തഹ്ബീറിന്റെ മുകളിൽ മൗഖൂഫാണ് എന്നും മനസ്സിലാക്കി ഫലം യൽഖൽ കറമു മഹല്ലൻ ഖാബിലൻ ഫറജഅ അതുകൊണ്ട് മുഅ്ജിസത്താകുന്ന കറമ് അനുഭവിക്കാൻ അവിടെ മഹല്ല് ഒരു തയ്യാറായില്ല കണ്ടോ അപ്പൊ നിങ്ങളെ ദുന്യാവിന്റെ പഠിപ്പോ നിങ്ങൾ ശാസ്ത്രം പോലെ ചെയ്തോളി ولذلك ردهم صلى الله عليه وسلم بعد ذلك الى الاسباب المعتاده لديهم എന്നാ പിന്നെ നിങ്ങളുടെ അടുക്കൽ പതിവായ അസ്ബാബിലേക്ക് തന്നെ പോയിക്കോളീൻ
അൽ മഅലൂമത്ത് ഇൻദഹും അവരടുക്കൽ അത് അറിയപ്പെട്ടതല്ലേ, അല്ലത്തി വഖഫു ഇൻദഹ അവർ അതിനടുക്കൽ നിന്നിട്ട് വലം യുജാവിസൂഹാ ആ മർത്തബ വിട്ടു കടന്നിട്ടില്ല. فقال لهم أنتم أعلم بأمور دنياكم فارجعوا إلى العمل بموجب علمكم بأمور دنياكم. ദുന്യാവിൻ്റെ കാര്യം നിങ്ങൾ പണ്ടേ പഠിച്ചു വെച്ചാൽ മെല്ലെ തന്നെ മടങ്ങിക്കോന്ന്. അപ്പൊ ഖവാരിക്ക് അനുഭവിക്കാനുള്ള ഭാഗ്യം അവർക്ക് കിട്ടിയില്ല. ഇനി നടക്കോ? ഇനി സോഫിയാക്കൾ എന്നെപ്പറ്റി എന്ന് പറഞ്ഞെന്നാ പറയാൻ പറയേണ്ടത്. അതായത് അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ മൂപ്പ നല്ല തൃപ്തികരമായൊരു മറുപടി കൊടുത്തെന്ന് പറയും. അബ്ദുൽ അസീസ് ദബ്ബാഗ് ഇബിലീസിൻ്റെ അത് കുറേ ചോദ്യങ്ങൾക്ക് മറുപടിയാണ്. സ്വന്തം കിതാബല്ല ഇബിലീസ്. അബ്ദുൽ അസീസിനോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മുബാറക് നട്ടം പറഞ്ഞ ശിഷ്യനുണ്ട്. ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നിൽക്കാണ്ടാക്കിയ വായുമൊഴിയാണ്. ഇബ്ലീസ് പല മാലൂമത്തുണ്ട്. പല ചോദ്യങ്ങളോ ചോദ്യത്തിന് കിട്ടിയ മറുപടി.